10 പ്ലേയേഴ്സിന്റെ പേര് 10 പ്ലേയേഴ്സിന്റെ പേര് ചോദിക്കും. പുതുമഴക്ക് മറ്റേ കൂണ് പൊട്ടി കളിക്കുമല്ലോ, അതേപോലെയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് കുറെ അർജന്റീന ഫാൻസ് വരും. ജേഴ്സി ഇട്ട് റീൽ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് ഇവളെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നുള്ളതാണ് ഒരു സാധനം. പക്ഷേ ഈ സീസണൽ ഫാൻ ആയിക്കൊണ്ട് ഞാനൊരു ത്രൂ ഔട്ട് ഫുട്ബോൾ ഫാൻ ആണെന്നുള്ള എക്സ്പോസ് ഇത് ഉണ്ടാക്കുന്നുണ്ട്. 5 പ്ലേയേഴ്സിന്റെ പേര് കഴിഞ്ഞ് അടുത്ത് വയ്ക്കും ഓഫ് സൈഡ് എന്താണ്. അറിവില്ലാത്ത എത്രയോ ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഫുട്ബോൾ കാണാൻ. ഒരു പെണ്ണിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനു പോലും എതിർക്കുന്ന ഒരു വിഭാഗ സോക്കോൾ മെയിൽ ഷോവിനിസ്റ്റ് ഇവിടെ ഉണ്ടാവും. ഒറ്റയടിക്ക് ചാപ്പടിക്കുക, എന്നിട്ട് ആണുങ്ങളാണ് ഈ പെണ്ണുങ്ങൾ മുന്നോട്ടേക്ക് വരാത്തതിന്റെ കാരണം എന്ന് താറടിക്കുക. ആണുങ്ങളടുത്ത് നിങ്ങൾ അങ്ങനെയാണോ? പക്ഷെ ഒരു സ്ത്രീ അവിടെ വരുമ്പോൾ അവിടെ ജഡ്ജ്മെന്റൽ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ, നീ ഒരു 5 പ്ലേയേഴ്സിന്റെ പേര് പറ, ഓഫ് സൈഡ് റൂള് പറ. ഫിഫ വുമൻസ് വേൾഡ് കപ്പ് ഫോളോ ചെയ്യുന്ന എത്ര വുമൻസ് ഉണ്ട്? ഈ പറഞ്ഞ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞേ പ്രണയം ഫുട്ബോളിനോട് മാത്രം. കളിയാക്കാം, വിമർശിക്കാം, പക്ഷെ എന്ത് ചെയ്ത് അപമാനിക്കരുത്. എവിടെ നിങ്ങളുടെ അണ്ണൻ എവിടെ പോയി? നിങ്ങളുടെ ഗോട്ട് എവിടെ? അതാണ് അർജന്റീന ജേഴ്സിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എന്തോ ഫുട്ബോളിനെ പറ്റി സംസാരിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പാർഷ്യൽ ചിന്താഗതിയല്ലേ? പോകുമ്പോ എന്താ നേരത്തെ പറഞ്ഞ മെസ്സി പാട്ട് മാത്രമായിട്ട് ഡാൻസ് ആണ്. അതായത് ഏതൊരു പെണ്ണാണെങ്കിൽ ഒന്നെങ്കിൽ അവളൊരു മകളായിരിക്കും. കണ്ടന്റ് ക്രിയേഷന് ഫുട്ബോളേഴ്സിന്റെ പേര് അറിയണം എന്നുള്ളത് ഒരു മാനദണ്ഡമല്ല. ഇല്ല, പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവരത് അറിയാമെന്ന് സ്ഥാപിക്കരുത് എന്നുള്ളതാണ്. റൊണാൾഡോക്ക് ഇല്ലാത്ത വിഷമം എന്താണ് നിനക്കെന്ന് ചോദിച്ചാൽ അവിടെ തീർന്നു. സീസണൽ ഫാൻസ് ഇവരെ കോട്ട് ചെയ്ത് വിളിക്കാനുള്ള കാരണം ഇത് ഞങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ ആണുങ്ങള്? ഒരു സൈഡിൽ ടെക്നിക്കൽ കമന്റേറ്റർ ആയിട്ട് വിമൺ, ഒരു പെണ്ണിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുക. ജഡ്ജ്മെന്റൽ മെന്റാലിറ്റി ആണ് ഈ മിസോജിനിസ്റ്റും സോക്കോൾ ഷോവിനിസ്റ്റുകളും മാറ്റേണ്ടത്. ഞാൻ ഡെയിലി കേൾക്കുന്ന സംഭവമാണ്, നിനക്ക് എന്താ അറിയാ ഫുട്ബോളിനെ കുറിച്ച്, ഇവളൊക്കെയാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത് ഇന്ത്യ കൊടുക്കുന്ന റൈറ്റാ, ഫസി കൊടുക്കുന്ന റൈറ്റ് അല്ല. അപ്പൊ അത് അവിടെ സംഭവിക്കും. ആണുങ്ങളുടെ സീസണൽ ഫാൻസ് ആയാലും അല്ലെങ്കിൽ സ്ഥിരമായി കളി കാണുന്നവരുടെ ഇടയിലും ഈ ഒരു ഫീലിംഗ് ഉണ്ട്, ഇത് ഞങ്ങളുടെ ഇടയിൽ നിൽക്കണം. ആണുങ്ങൾ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല, നമ്മൾ അത് നമ്മുടെ നന്മ. ഇത്രയും നേരം 2.5 മണിക്കൂർ ഇരുന്ന് സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് അതിന്റെ ക്ലൈമാക്സിൽ എന്താ സംഭവിച്ചു ചോദിക്കാൻ പാടുണ്ടോ? വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങിയതിന് ശേഷം കുറെ വീഡിയോസ് ഒക്കെ ഇടുന്ന കാണുന്നുണ്ട്. ഈ കളിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇടുന്നത്, അത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുവാണോ? ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും, 10 പ്ലേയേഴ്സിന്റെ പേര് 10 പ്ലേയേഴ്സിന്റെ പേര് ചോദിക്കും. അത് ചോദിക്കണല്ലോ, അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അല്ല, 10 പ്ലേയേഴ്സിന്റെ പേര് പറയുമ്പോ സുഖ മറ്റേ ജനറേറ്റഡ് പാട്ടാണല്ലോ, മറ്റേ റൊമേറോ, മറ്റേ മെസ്സി എന്നൊക്കെ പറഞ്ഞിട്ട്. ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ്. 3 പേര് പറയാ. 3 പേരൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം. അതിപ്പോ നമ്മള് മറ്റേ പത്രം വായിക്കണമെന്നോ മറ്റേ കളി കാണണമെന്നൊന്നുമില്ല. എവിടെങ്കിലൊക്കെ ആയിട്ട് തട്ടി തിരിഞ്ഞ് 3 പേര് കിട്ടും. ഇപ്പോൾ ഒരു ടീമിലെ 10 പേര് പറയാനാണെങ്കിൽ പാട്ടുണ്ട്. എല്ലാ ടീമിനും നാഷണൽ ആന്താണല്ലോ. അപ്പൊ പൊതുവെ പറഞ്ഞു തരുന്നത് ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പം പെൺകുട്ടികളെ പേര് പഠിച്ച് ജീവിച്ചു പോകുന്നത്. സത്യല്ലേ? കളി കണ്ടിട്ടാണ് ഈ ജേഴ്സി ഇടുന്നതെന്നുണ്ടെങ്കിൽ എന്ന് ജേഴ്സി ഇടാൻ തുടങ്ങണം. 2022 ഖത്തറിൽ കപ്പടിച്ചതിൻ്റെ ശേഷമാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് സ്റ്റാറ്റസ് ഇടുന്നത് മെസ്സിൻ്റെ ഫോട്ടോ. പിന്നെ കണ്ടത് മെസ്സി കഴിഞ്ഞ കളിയിൽ കപ്പടിക്കും, ഒരു കളി ഗോളടിക്കുമ്പോഴാണ്. 4 വർഷത്തെ ഗ്യാപ്പിലൊക്കെയാണ് ഓരോരുത്തർ സ്റ്റോറി ഇടുന്നത്. അങ്ങനെ ഫുട്ബോൾ ഫാൻ ആവുന്ന പോലാണ് ഈ വേൾഡ് കപ്പിൽ പൊന്തി വരുന്നതെന്ന്. അല്ല, പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ആണുങ്ങൾ അങ്ങനെ ഫുട്ബോൾ ഫാൻ ആവുന്നുണ്ട്. അതെ, സീസണൽ ഫാൻസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ. സീസണൽ ഫാൻസ് നമ്മൾ പറയല്ലേ, ഒരു ഭൂരിപക്ഷം എന്നുള്ള സാധനമുണ്ട്. ഈ 10 ആളെ നമ്മളൊരു 10 ലേഡീസിന് ഈ വേൾഡ് കപ്പിൽ കളിയാണെന്ന് എഴുതി കഴിഞ്ഞാൽ ഒരാൾ പോലും ഒറിജിനൽ നമ്മൾ പറയുന്ന സോ കോൾഡ് ഫുട്ബോൾ അറിയുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ക്ലബിൽ കളി കാണുന്ന ആണുങ്ങൾ എങ്ങനെയാണ് പകുതി ഉറങ്ങിയിട്ടില്ല? സീസണൽ ഫാൻ ആവുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല. അത് വേറൊരു എലമെന്റ് ഉണ്ട് അതിൽ. ഇപ്പം ലേഡീസ് കളി കാണുന്നില്ല, ലേഡീസ് ഇതാക്കുന്നില്ല എന്നില്ലയിൽ നമ്മൾ വേറൊരു വശം കൂടെ അതിൽ ആലോചിക്കണം. ഇപ്പോൾ ഞാൻ അത് അനുഭവിച്ച് വളർന്ന ഒരാളാണ്. ഇല്ല, സീരിയസ്ലി ഞാൻ അനുഭവിച്ച് വളർന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് ബേസിക്കലി ഇപ്പോൾ ഗേൾസ് എന്ന് പറയുമ്പോൾ മറ്റേ കക്ക് ചാടി കളിക്കുക, അങ്ങനെ ഒരു ഗെയിം ഉണ്ടല്ലോ. അത് അവിടെ ഓൾറെഡി പോയിന്റില്ല. ഗേൾസ് ഇത് കളിച്ചോളും, ആണുങ്ങൾ അപ്പുറത്ത് ഫുട്ബോൾ വെച്ച് കളിച്ചോളും. ഇനിയിപ്പം ബേസിക്കലി ഒരു സ്കൂളിൽ PT പീരീഡ് കിട്ടുകയാണ്, വലിയ ഗ്രൗണ്ട് മൊത്തം ആണുങ്ങൾക്ക്, ചെറിയ ഒരു പറമ്പിൽ പെണ്ണുങ്ങൾ വല്ല കൊക്കോ അല്ലെങ്കിൽ ഇതേപോലെ കക്ക് ചാടി കളിക്കുക, കൊക്കിച്ചാടി കളിക്കുക, ഈ സാധനമാണ് കിട്ടുന്നത്. ബേസിക്കലി ഒരു എക്സ്പോഷറിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തൊട്ടേ ആളുകളുടെ ഒരു പെർസെപ്ഷനാണ് ഗേൾസിന് ഇതാണ് ഇഷ്ടം, ഇത് കളിച്ചോട്ടെ. സീസണൽ ഫാൻസ് ആയിട്ട് തുടങ്ങുന്നവരാണ് പിന്നെ ശരിക്കുള്ള ഫാൻസായി മാറുന്നത്. ഇപ്പം ഞാനൊക്കെ ഫസ്റ്റ് കളി കൊണ്ട് തുടങ്ങിയത് ഒരു വേൾഡ് കപ്പിലാണ്, ഒന്നും അറിയാണ്ട്. അപ്പം അങ്ങനെ തുടങ്ങിയാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ ഗേൾസിനൊന്നും അറിയില്ല എന്നുള്ളൊരു. ഈ കക്കടി കളിക്കുക, പെൺകുട്ടികൾ പണ്ട് റിങ് എറിഞ്ഞ് കളിക്കുക എന്നൊക്കെ പറയും. അത് ഒരു 10-15 വർഷം മുമ്പുള്ള കളി. ആ റിങ്ങൊന്നും ഇപ്പോൾ സ്കൂളിലൊന്നും കാണാൻ പോലും ഇല്ല. ഇപ്പം എല്ലാവർക്കും അവസരമുണ്ട്.
അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കുറവാന്നുള്ളതാണ്. ഈ എക്സ്പോഷറിന്റെ കാര്യമൊക്കെ നമുക്കൊരു 10 വർഷം മുമ്പ് ചിന്തിക്കാം. പക്ഷെ ഇപ്പൊ അവസരം ഇല്ല എന്ന് പറയുന്നത് ബേസിക്കലി ലോജിക്കലായി പക്ഷെ വേണം. ഫുൾ ടൈം കളി കണ്ടിരിക്കാനുള്ള ടൈമും ഇല്ലല്ലോ എല്ലാവർക്കും. അതായത് ടൈമില്ലെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും 24 മണിക്കൂറാണ്, പെണ്ണുങ്ങൾക്കും 24 മണിക്കൂറാണ്. അത് എങ്ങനെ യൂട്ടിലൈസ് അല്ല, ചെയ്യുന്നത്? അതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ 10 വർഷം മുമ്പത്തെ കാര്യമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈ 10 വർഷത്തിന് മുമ്പ് നടന്ന അതിനോടനുബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പണ്ടത്തെ പോലെയാണ്, ഗേൾസ് ഒന്നും കൂടി എക്സ്പോസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ 10 വർഷം മുമ്പ് ഇപ്പോഴും നാട്ടിൽ ചെന്നാൽ അറിയാം എത്ര പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എത്ര പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു സ്പോർട്സ് ലെവലിൽ ആളുകൾ എക്സ്പോഷർ നൽകുന്നുണ്ട്. പിന്നെ ഈ ടൈമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയണേ, ഗേൾസ് മാത്രമല്ല ഫുട്ബോൾ കാണാത്ത, പൊതുവേ ഒരു ജനറൽ ഫാൻസിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇപ്പം നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് നടക്കുന്ന ടൈം എപ്പോഴാണ്? രാത്രി 1:30. ഈ ജോലിയും ഇതൊക്കെ ഉള്ള ഇപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു നോർമൽ ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ആളുകൾക്ക് 1:30 എഴുന്നേറ്റ് കളി കാണാൻ പറ്റും? അവർക്ക് ബേസിക്കലി മണി ജനറേറ്റ് ചെയ്യണം, കാര്യം നോക്കണം. അവിടെ ഫുട്ബോളേഴ്സ് കളിക്കുന്ന എന്തിനാ? അവർക്ക് പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ അവർ പൈസ ഉണ്ടാക്കുന്ന നോക്കിയാണ്ട് ഇവരുടെ പൈസയും നിർത്തിയിട്ട് ഇവർ കളി കാണാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് ടൈം ഉണ്ടാവില്ല. പിന്നെ വേറൊരു ഫാക്റ്റ്, വേൾഡ് കപ്പ് ആകുമ്പോൾ ഫാൻസ് ഒരുമിച്ച് കൂടും. അതൊരു തരത്തിൽ നല്ലതല്ല ഈ സീസണൽ ഫാൻസ് വരുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഒരു ബേസിക്കലി ഒരു ഗാദറിങ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നല്ല രസകരമായിട്ടുള്ള റൈവലറീസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ജോലി കഴിഞ്ഞിട്ട് 1:30 കളി കാണണം, അതാണല്ലോ പാഷൻ. അതറിയോ, ഈ വല്ലപ്പോഴും കളി കണ്ട് അല്ലെങ്കിൽ കളി കാണാതെ പിറ്റേന്ന് രാവിലെ മെസ്സി ഗോൾ അടിച്ചു ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വയം പ്രഖ്യാപിത ഫാൻ ആവുന്നതാണ് പ്രശ്നം. നിങ്ങൾ കളി കാണുന്നതോ സീസണൽ ഫാൻ ആവുന്നതോ ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഈ സീസണൽ ഫാൻ ആയിക്കൊണ്ട് ഞാനൊരു ത്രൂ ഔട്ട് ഫുട്ബോൾ ഫാൻ ആണെന്നുള്ള ഇത് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റീലുകൾ ചെയ്യുന്നു, സ്റ്റോറികൾ ചെയ്യുന്നു. നെയ്മർ കളിക്കാൻ ഇറങ്ങുമ്പോൾ കണ്ണീരണിയുന്ന ബ്രസീലിയൻ ആരാധിക, ഒരു റീലിട്ടാൽ മതി ലക്ഷങ്ങളാ വ്യൂ വരുന്നത്. അത് ആണുങ്ങൾ ചെയ്യുമ്പോൾ വരുന്നില്ല. അതിന്റെ കാരണം എന്താ? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ അൾട്ടിമേറ്റ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആക്ച്വലി ഫുട്ബോൾ അറിയണമെന്നില്ല, അത് വേറൊരു കാര്യമാണ്. അവിടെയാണ് പ്രശ്നം. അതായത് ഈ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ അത് സമ്മതിക്കണം. ഈ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വിമർശിച്ച് കഴിഞ്ഞാൽ അവൻ മെയിൽ ഷോവനിസ്റ്റായി, സ്ത്രീ വിരോധിയായി, സ്ത്രീകൾ ഒന്നിലേക്കും കടന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ആളായി, അങ്ങനെ ഒറ്റയടിക്ക് ചാപ്പടിക്കുക. എന്നിട്ട് ആണുങ്ങളാണ് ഈ പെണ്ണുങ്ങൾ മുന്നോട്ടേക്ക് വരാത്തതിൻ്റെ കാരണം എന്ന് താറടിക്കുക. ഇത് ഈ സാധനമാണല്ലോ പ്രശ്നം. അല്ല, ഇപ്പം പ്രധാനമായിട്ടൊരു ഇങ്ങനെ വിവാദം കത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഈ മെസ്സി 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 ആ വീഡിയോയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ മൊത്തം ഒരു പെൺകുട്ടികളെ അടിച്ചാക്ഷേപിക്കാനായിട്ട് ആ ഒരു റീലിന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആ റീല് എന്നല്ല, ആ പാട്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം അതേമാതിരി അർജൻറ്റീന റിലേറ്റ് ആളൊരു സ്റ്റാറ്റസ് ഇട്ടു, ഇത് മെസ്സി റെക്കോർഡ് ബീറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, മെസ്സി അല്ലാതെ ഇനി മെസ്സി റിട്ടയർ ചെയ്യാണല്ലോ എന്തായാലും, മെസ്സി റിട്ടയർ ചെയ്ത് അർജൻറ്റീനയിൽ ആരും ഇഷ്ടം എന്ന് വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ പേരെന്താ അറിയോ? റൊമേറോ. ഞാൻ ചോദിച്ചു റൊമേറോനെ എങ്ങനെ അറിയിച്ചു? അപ്പോൾ പറഞ്ഞാൽ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേര് പറയാമെന്ന് പറഞ്ഞു, പ്ലേയേഴ്സിൻ്റെ ഒരു 5 പ്ലേയേഴ്സ്. നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണല്ലോ. അപ്പോൾ പറഞ്ഞ് പേര്. അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇത് എവിടെയോ കേട്ട് പരിചയമുണ്ട്. ഈ പാട്ടിൻ്റെ ഓർഡറാ, ഈ പാട്ടിന്റെ താളത്തിൽ ഓർഡറിലാണ് അവർ പേര് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ച് നമ്മൾ ഫുട്ബോൾ അറിയാന്നുള്ളത് ഇങ്ങനെ കാണിക്കുക. നമ്മുടെ ഇവിടെ അർജന്റീനയുടെ ഒരു കടുത്ത ആരാധകനുണ്ട്. അപ്പോൾ അയാളോട് 5 പേരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അയാൾ മെസ്സി കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞത് അറിയോ? തൊട്ടാമിണ്ടിന്ന്. ഒറ്റാമിണ്ടിക്കാണ് അയാൾ പറഞ്ഞത്, തൊട്ടാമിണ്ടി. അതൊക്കെ നമ്മളൊരു ഫൺ എലമെന്റ് രീതിയിൽ കളിയാക്കി. ന്യൂസ് ജേർണലിസ്റ്റിന് വരെ പേര് പറയാൻ പറ്റാത്ത പ്രശ്നം വരുന്നുണ്ട്. അതിപ്പോ സീസണൽ ഫാൻസിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനല്ല, അതായത് നമ്മൾ സീസണൽ ഫാൻ ആവുന്നതിലല്ല ഞാൻ ബേസിക്കലി പറഞ്ഞത്, സീസണൽ ഫാൻ ആവുന്നത് സ്വാഭാവികമാണ്. കാരണം ഒരിക്കലും ക്ലബ് ഫുട്ബോളും കാര്യങ്ങളൊന്നും ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ അത് ഫോളോ ചെയ്യുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർ അതാണെന്ന് സമ്മതിക്കണം. അതിലപ്പുറത്തേക്ക് ഞാനൊരു വലിയ ഫുട്ബോൾ പ്രേമിയാണ്, ഞാൻ നെയ്മറിന്റെ കടുത്ത ആരാധികയാണ്. നെയ്മർ ഇപ്പൊ ഏതാ ടീമെന്ന് ചോദിച്ചാൽ പോലും അറിയാത്തോലേക്കും നെയ്മറിന്റെ കടുത്ത ആരാധിക. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ പെണ്ണുങ്ങളിങ്ങനെ അടിച്ചാക്ഷേപിച്ച് വിമർശിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ പറയട്ടെ, അവർ ആക്ച്വലി നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അതായത് ഏതൊരു പെണ്ണാണെങ്കിൽ ഒന്നെങ്കിൽ അവളൊരു മകളായിരിക്കും, കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണം. ഇതേ ഉള്ളൂ. അതായത് എന്തെങ്കിലും ഒരാൾ വിമർശിക്കുമ്പോഴേക്ക് സ്ത്രീ അമ്മയാണ്, അല്ലല്ല, ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കും. ഞാൻ ഒരു ആംഗിൾ പറയുന്നത് അത് ഇതാണ്, ഈ പ്രീ ജഡ്ജ്മെന്റൽ മെന്റാലിറ്റിയാണ് ഈ മിസോജിനിസ്റ്റും സോക്കോൾ ഷോവിനിസ്റ്റുകളും മാറ്റേണ്ടത്. ഞാൻ പറഞ്ഞ ആംഗിൾ അതല്ല. സ്ത്രീ അല്ല, അത് പറയുമ്പോൾ ആരും ചിരിപ്പിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയാണ്, സ്ത്രീ അമ്മയാണ്, മകളാണ്,
ഭാര്യയാണ്, ഇങ്ങനെയെല്ലാം. അപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡർ ഏതാണ്? ആണുങ്ങളാണ്. ആണുങ്ങൾക്ക് ഈ സോക്കോൾ ഫുട്ബോൾ ഫാൻറ്റസി കൂടുതലോ അല്ലെങ്കിൽ ഫുട്ബോൾ ഇന്തൂസിയാസ്റ്റ് ആവും. അപ്പോൾ ഇവർ ഈ വേൾഡ് കപ്പിൽ ഈ ഹരം കൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ കൂടെ ചേരാം, നമുക്കും അവരുടെ കൂടെ അത് ആഘോഷിക്കാം എന്നുള്ള രീതിയിൽ അവർ വരുമ്പോൾ അതിന് നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കില്ല വേണ്ടേ? ഗേൾസ് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് അല്ലേ? സോഷ്യൽ സർക്കിള്, കോൺവെർസേഷൻ സർക്കിൾ എപ്പോഴും ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുകയാണ്, ഇങ്ങനത്തെ വിഷയങ്ങളാണ് പ്രയോറിറ്റി ആയി വരുന്നത്. പക്ഷേ അല്ല, ഏറെക്കുറെ ഇപ്പൊ ക്ലബ് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരും കുടുംബശ്രീയൊക്കെ തന്നെ. അതുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല, അത് ഉറപ്പല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഗേൾസിന്റെ ഇടയിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് പണ്ടേ ഞങ്ങൾ ഇതിന് എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ ഗേൾസിന് ഇതിനെക്കുറിച്ച് അറിവ് കുറവായിരിക്കും. ഇപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഗേൾസിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഫാമിലി സിനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുട്ബോളിനോട് ഇത്രയും ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ മൊത്തം ആണുങ്ങളായോണ്ടായിരുന്നു. ഞാനൊരു പക്ഷേ ഒരു ഗേൾസ് കസിൻസ് അല്ലെങ്കിൽ ഗേൾസ് സിബ്ലിങ്സിൻ്റെ ഇടയിൽ വളർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ഫുട്ബോളിനോടുള്ള ഇൻട്രസ്റ്റ് കിട്ടില്ല. ഞാൻ ജനിച്ച് വളർന്ന് കാണുന്ന തന്നെ എൻ്റെ ഈ സോക്കോൾ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. എക്സാമ്പിൾ നമുക്ക് മാറ്റി നിർത്താം. അതുപോലത്തെ 1-2 ആളുകൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മളൊരു ഒരു റാൻഡം പിക്ക് എടുക്കുക, ഒരു 100 ആളുകൾ പിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഈ സീസണൽ ഫാൻസും മാറിട്ട് എന്നാലും ഫാൻ ആണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഫാൻസ് ഉണ്ടാവും. അതായത് ഞങ്ങൾ ഇത്രയും കാലം ഫുട്ബോൾ കണ്ടിരുന്നു, ഞങ്ങൾ ഇതാണ്. പക്ഷെ ഈ ആളുകളൊന്നും ബാക്കി ക്ലബ് ഫുട്ബോളിൽ കാണുന്നില്ല. നമ്മൾ പറയുന്ന ഒരിക്കലും വേൾഡ് കപ്പ് ഫാൻസ് എന്നല്ല, ഫുട്ബോൾ ഫാൻസ് എന്നാ. ഈ ഫുട്ബോൾ ഫാൻസ് ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ സമയം കണ്ടെത്തി കളി കാണും. ഞാനിപ്പോൾ എല്ലാ മത്സരങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ അഭിപ്രായമില്ല. പക്ഷെ നമ്മൾ ഫുട്ബോൾ ഫാൻ എന്നാൽ നമ്മൾ അതിനെ പറ്റി അപ്ഡേറ്റുകൾ എടുക്കും, വിവരങ്ങൾ ഉണ്ടാവും, നമ്മൾ പരസ്പരം സംസാരിക്കും. ഈ പറയുന്ന ആണുങ്ങൾക്കിടയിൽ മാത്രമേ ചർച്ച വരുന്നു എന്തുകൊണ്ടാണ്? അവർക്ക് വേറെയും സംസാരിക്കാൻ വിഷയങ്ങളുണ്ട്. അവർ ആ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള. സ്ത്രീകൾക്കിടയിൽ ആ ചർച്ച വരാത്തതിൻ്റെ കാരണം ആളുകൾക്ക് അറിവില്ലായിട്ടില്ല. വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, മെസ്സി അർജന്റീനയിലാണ്, ബ്രസീലിൻ്റെ മെയിൻ പ്ലെയർ നെയ്മറാണ്. അങ്ങനെ ആളുകൾക്ക് അറിവുണ്ട്. പക്ഷേ ഈ അറിവ് അവരെന്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, അത് വളർത്താൻ സ്വയം ശ്രമിക്കുന്നില്ല. പക്ഷെ അത് ഉണ്ട് എന്ന് കാണിക്കുകയാണ്. അത് നോർമലായിട്ട് വരുന്നില്ല ആ കോൺവെർസേഷൻ നിങ്ങളുടെ ഇടയിൽ കുറച്ചും കൂടി നോർമലായിട്ട് വരുന്നത്. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഫുട്ബോൾ ഫാൻസ് അല്ല എന്ന് പറഞ്ഞത്. ഇത് ഫുട്ബോൾ ഫാൻ എന്നുള്ളൊരു മനസ്സിലുണ്ടെങ്കിൽ ഇതൊരു നോർമൽ കണ്ടന്റ് ആണ്. അതായത് നോർമലി നമ്മൾ ഒരാളെ കാണുമ്പോൾ ഇന്നലെ കളി കണ്ടിരുന്നോ. അല്ലിപ്പോൾ നമ്മൾ സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങനെ ആക്ഷേപിക്കാൻ പറ്റില്ല. ഇപ്പോൾ നൂറ തന്നെ വലിയ എക്സാമ്പിളാണ്. ഫുട്ബോളിനെ കുറിച്ച് ചിലപ്പോൾ നൂറയുടെ അറിവ് അത്രയുള്ള അറിവുള്ള ആൺകുട്ടികൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇതിൽ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഫസിയ പറഞ്ഞ പോലെ ഇപ്പോൾ മെസ്സിനെ മാത്രം ഇഷ്ടമുള്ളതുകൊണ്ട് അർജന്റീന ഇഷ്ടപ്പെടാം, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടു, മെസ്സി ഹാട്രിക് അടിച്ചു. അപ്പോൾ പ്രത്യേക ദിവസം റൊണാൾഡോ 2 ഗോളേ അടിച്ചുള്ളൂ. അപ്പോഴത്തേക്കും വന്നിട്ട് എവിടെ നിങ്ങളുടെ അണ്ണൻ എവിടെ പോയി, നിങ്ങളുടെ ഗോട്ട് എവിടെ, ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടില്ലല്ലോ, അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പോൾ ഫുട്ബോൾ എന്താണെന്ന് അറിയാതെ ഹാട്രിക് അടിക്കുന്ന മാത്രമാണ് അങ്ങനത്തെ ചില ആളുകളുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ എല്ലാ പെൺകുട്ടികൾക്കും ഈ വിമർശനം കേൾക്കേണ്ടത്. അത് ജെൻഡർ അല്ല, അതിപ്പോൾ ആണുങ്ങൾ ചെയ്താലും പെണ്ണുങ്ങൾ ചെയ്താലും അത് ഭയങ്കര ഫുട്ബോളിന് എഗെയിൻസ്റ്റ് ആണെന്ന് അവർ പറയുള്ളൂ, ഞാൻ പറയാൻ പറ്റുള്ളൂ. ഇതില് ബേസിക്കലി എന്താ വെച്ചാൽ ക്ലിക്ക് ബെയ്റ്റ് ആണ് പലരും നോക്കുന്നത്. അതായത് ക്ലിക്ക് ബെയ്റ്റ് ഒന്നുണ്ട്. അതായത് അർജന്റീന ജേഴ്സി ഇട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എന്തോ ഫുട്ബോളിനെ പറ്റി സംസാരിക്കാൻ പോകുമ്പോൾ എന്താ നേരത്തെ പറഞ്ഞാൽ മെസ്സി പാട്ട് മാത്രമായിട്ട് ഡാൻസ് ആണ്. അത് വയ്ക്കും. അത് കഴിഞ്ഞ് അത് ഹിറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ പാട്ടിട്ട് വേറെ ജേഴ്സി ഇട്ട് വരും. അത് കഴിഞ്ഞ് അടുത്ത് പോർച്ചുഗൽ വരും. മറ്റേ ഇപ്പൊ കളർ വാരി മൂത്ത് തരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ജേഴ്സി ഉണ്ടല്ലോ നോർമൽ ഡ്രസ്സിങ്ങിന്റെ ഭാഗമായി വന്നു. ജേഴ്സി ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഫാൻ മാത്രം ധരിക്കുന്ന ആളല്ല. ഇപ്പം എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സ് ധരിക്കുന്നുണ്ട്. ഒരിക്കൊന്നും ഒരിടുന്ന ക്ലബ്ബിൽ ഏതാണെന്ന് കൂടി അറിയണ്ടാവില്ല. അതെന്താ ഇപ്പോൾ ഒരു നോർമൽ കോസ്റ്റ്യൂമിന്റെ ഫാഷന്റെ ഭാഗമായി. അല്ല, ഫാഷന്റെ ഭാഗം അത് ഓക്കെ. അത് നമ്മൾ ക്ലബ് ജേഴ്സീസ്, റെട്രോ ജേഴ്സീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ പോകും. ഞാൻ പറഞ്ഞത് ഈ ഒരു വേൾഡ് കപ്പിന്റെ സമയത്ത് കളർ വാരി മൂത്തേക്കുന്ന പാട്ട് പാടുന്ന പരിപാടി. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഫുട്ബോളിൽ. ഞാൻ പറഞ്ഞത് ഫുട്ബോളിനെ പറ്റി യാതൊരു നോളജും ഇല്ല. നമ്മൾ ഭയങ്കര വിമർശനം, നമ്മൾ എന്തോ അറിയുന്ന ആളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ റൊണാൾഡോ ഒരു ഓഫ് സൈഡ് ആയ റഫറി ഓഫ് സൈഡ് വിളിച്ച ബോൾ പുറത്തേക്ക് പോകുമ്പോൾ കൈകൊണ്ട് തട്ടിയിട്ടു. ഇത് റഫറി പെനാൽറ്റി കൊടുത്തില്ല, റഫറി ഹാൻഡ് ബോൾ വിളിച്ചില്ല, റൊണാൾഡോക്ക് വേണ്ടി റഫറി സംസാരിക്കുന്നു. ഒരു പെൺകുട്ടി കണ്ടന്റ് ചെയ്യുന്നതാണ്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഇടയിൽ ആളുകളില്ല എന്നുള്ളത് ശരിയാണ്, അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ ആളുകളും ഫുട്ബോള് തികഞ്ഞ നോളജ് ഉള്ള ആളുകളാണെന്നും നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അത് തെറ്റാണ്. ഇവിടെ ഇല്ല, പക്ഷെ അവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെയാണെന്നും പറയാൻ പാടില്ല. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ എന്ന് പറയുന്ന എലമെൻറ്റിൽ നമ്മളെല്ലാവരുടെ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാനായിരിക്കണം, എല്ലാവരുടെ നിന്നും ഒരു ടാക്ടിക്കൽ അനാലിസിസ് പ്രതീക്ഷിക്കരുത്. ഫുട്ബോൾ എന്താണ്? എൻ്റർടൈൻമെൻ്റ് ആണ്. ഇപ്പോൾ ഒരു സിനിമ കാണുന്ന വ്യക്തി അതിൻ്റെ ക്യാമറ ആംഗിളും ആ ആംഗിൾ എവിടെ വെക്കണം, അത് എങ്ങനെ വെക്കണം, അതിൻ്റെ സിനിമോറ്റോഗ്രാഫി എന്താണ്, ഇതെല്ലാം നോക്കിയിട്ട് ഒരാൾക്ക് സിനിമ കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഫുട്ബോളിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് പാഷൻ മാത്രമല്ല, ഒരു മണി ജനറേഷൻ നടക്കുന്നുണ്ട്. US എന്തിനാ വെറുതെ ഇത്ര പൈസക്ക് ടിക്കറ്റ് വിൽക്കുന്നത്? പാഷൻ മാത്രം വേണ്ടിയിട്ടാണോ വിൽക്കുന്നത്? പാഷന് വേണ്ടിയിട്ട് മാത്രമാണ് വിൽക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹൈഡ്രേഷൻ ബ്രേക്ക്
എന്തോ ആയിക്കോട്ടെ, ഇത് പാഷൻ്റെ പുറത്ത് മാത്രമല്ല, ഒരു മണി ജനറേഷൻ ഉണ്ട്. അതിൽ ഇത്രയും ആൾക്കാർ എൻ്റർടൈൻഡ് ആയിട്ട് ഒരു സീസണൽ ഫാൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിജയിക്കുന്നത് ഫുട്ബോളാണ്. അതിനോടൊപ്പം തന്നെ വേൾഡ് കപ്പ് പോലത്തെ ഒരു ബിഗ് സംഭവം അല്ലെങ്കിൽ ഒരു ബിഗ് സ്റ്റേജ് ആണ് വിജയിക്കുന്നത്. അതായത് വേൾഡ് ഒരിക്കലും കപ്പ് അതിനെ എന്നുള്ളത് കുറ്റം പറയാൻ കൂടുതൽ പറ്റില്ല. ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ക്ലബ് ഫുട്ബോൾ പോലെ ചുരുങ്ങി നിൽക്കുന്ന സംഭവം കുറച്ചും കൂടി നമുക്ക് ജനറേറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന ചെയ്യാനുള്ള കോടികളുടെ ഒരു പങ്ക് റീൽസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നു. അല്ല, അത്രേ ഉള്ളൂ. ഞാൻ വലിയ പറഞ്ഞില്ലേ, തെറ്റല്ലല്ലോ. ഇപ്പൊ പറഞ്ഞ മറ്റേ സിനിമന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാ, സിനിമന്റെ ക്യാമറ ആംഗിൾ പഠിക്കണ്ട, ഗ്രേഡിങ് പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. പക്ഷെ ആ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് അതിന്റെ കഥ അറിയണ്ടേ? ഇത്രയും നേരം 2.5 മണിക്കൂർ ഇരുന്ന് സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് അതിന്റെ ക്ലൈമാക്സിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാൻ പാടുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ കണ്ടന്റ് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ പറയുന്നത്. കാണാൻ ഒരു പെണ്ണിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പോലും എതിർക്കുന്ന ഒരു വിഭാഗ ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗ സോക്കോൾ മെയിൽ ഷോവനിസ്റ്റ് ഇവിടെ ഉണ്ടാവുമ്പോൾ എങ്ങനെ അതിനോട് ഇൻട്രസ്റ്റ് പേടിച്ച് നിൽക്കും? ഞാൻ പറയാലോ, ഞങ്ങളോട് ഇപ്പം ഫസ്റ്റ് ചോദിക്കുന്നത് 5 പ്ലേയേഴ്സിന്റെ പേര് കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കും ഓഫ് സൈഡ് എന്താണ്. അപ്പം അത് ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ധാരണ എന്താ, ഇവർക്ക് ഒന്നും അറിയില്ല, ഇത് വെറുതെ ഷോക്ക് അതല്ല, വേണ്ടിയിട്ടാണ്. അതെന്താ അറിയോ, ഈ ഓഫ് സൈഡ് എന്നുള്ള സാധനം ചോദിക്കുന്നതിന്റെ ഒരു കാര്യം, 5 പ്ലേയേഴ്സിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി ഒരു ടീമിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവും, ഒരു മിനിമം 5 ആളെങ്കിലും അറിയണം എന്നുള്ള സാധനമാണ്. ഒന്ന്, ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിലെ ഒരു ബേസിക് റൂളാണ്. അത് ആണുങ്ങൾക്ക് പോലും കൺഫ്യൂഷനുള്ള റൂളാണ്. അപ്പോൾ അത് സ്ത്രീകൾക്ക് അറിയാൻ ചോദിക്കുന്നത് ഓരുടെ ഫുട്ബോളിലെ ഏത് ലെവലിലേക്ക് ഒരു എത്തി എന്നുള്ളതിൻ്റെ അറിവാണ്. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമാക്കി സ്ത്രീകൾ ഇപ്പോൾ കണ്ടന്റ് ഇതിനെപ്പറ്റി കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്. ഇത് സ്ത്രീകൾ ഫുട്ബോൾ ഫാൻസ് ആണോ, ഞങ്ങളെ ഇങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് തളർത്താൻ നോക്കുന്നു, ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കണ്ടു. ഓക്കെ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കണ്ടോളൂ, കളി കണ്ടോളൂ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഞങ്ങളൊരു എന്താണ് സ്വയം പ്രഖ്യാപിത ഫാനാണെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് ഞാനീ പറയുന്നത്. കളി കാണുന്നതോ സ്റ്റാറ്റസ് ഇടുന്നതോ മെസ്സിൻ്റെ പാട്ട് മറ്റേ ഇവനെ പടച്ചുവിട്ട കടവുകൾക്ക് 10-ൽ 10 എന്തോ ഇട്ടോട്ടെ. പക്ഷേ ഈ മെസ്സിനെ പറ്റി സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ, ഈ സ്റ്റാറ്റസുകളൊക്കെ ഇട്ടോട്ടെ, അതല്ല പ്രശ്നം. ഈ ഞാൻ മറ്റേ സ്വയം പ്രഖ്യാപിത ഫാനാണ്, ഞാൻ എന്നും കളി കാണുന്ന വ്യക്തിയാണ്, ഞാൻ മറ്റേ 90 മിനിറ്റും കണ്ണടക്കാതിരുന്ന് കാണുമെന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഇങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, റേജ് ബേറ്റ് ആൻഡ് എൻഗേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അവർ അൾട്ടിമേറ്റ്ലി ഫുട്ബോൾ ഫാൻസ് അല്ല. ഇതാണ് ഇത്രയേ ഉള്ളൂ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഞാൻ പോയിന്റ്. അതിനോട് അംഗീകരിക്കുന്നില്ല. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്, ലേഡീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, റേജ് ബേറ്റും കാര്യങ്ങളൊക്കെ വേറെ വശത്ത് വെച്ചോ. ഇങ്ങനെ ചെയ്യുന്ന ആണുങ്ങളടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ 5 പ്ലേയേഴ്സിന്റെ പേര് പറയാൻ പറയുന്നില്ല? ഓഫ് സൈഡ് റൂൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ മാത്രം അവരുടെ അറിവും കാര്യങ്ങളും അളക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പാർഷ്യൽ ചിന്താഗതി അല്ലേ? അതിനങ്ങനെയാണ് ആ എലമെന്റ്. ചോദ്യം ചെയ്ത മറുപടി ഇല്ല. പിന്നെ ഒരു വ്യക്തമായിട്ട് ഇതിപ്പോ ഞാൻ ഫസീഹിനെ ചോദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ പേഴ്സണൽ കടന്നു കയറ്റാവുന്നുള്ളത് കൊണ്ട് മാത്രം 5 പേരെ പഠിച്ചിട്ടാ വന്നേക്കുന്നത്, ചോദിക്കുന്ന അറിയാവുന്ന അതല്ല പ്രശ്നം. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പേഴ്സണലി ആയിട്ട് എടുക്കുന്നതിന്റെ പ്രശ്നം. അതായത് ആണുങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നില്ല, പെണ്ണുങ്ങളോട് മാത്രം ചോദിക്കുന്നു, അതല്ല സാധനം. നമ്മൾ ഈ സമയത്ത് അതായത് ഒരു വേൾഡ് കപ്പിന്റെ സമയത്ത് സീസണൽ ഫാനായിട്ട് പൊന്തി വരുന്ന ആണുങ്ങളുടെ എണ്ണം ഒരു 5 ആണെന്ന് കരുതാ, അത് അപ്പുറത്ത് സ്ത്രീകളുടെ ഒരു 50 ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. ആളുകൾ വന്നോട്ടെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ചോദ്യം സ്ത്രീകളുടെ ഭാഗത്തോട്ടേക്ക് വരുന്നത്. ഒരു മെജോറിറ്റി വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുകയാണ്, നമ്മളിങ്ങനെ മറ്റേ പുതുമഴക്ക് മറ്റേ കൂണ് പൊട്ടി വളക്കുമല്ലോ, അതേപോലെയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് കുറേ അർജന്റീന ഫാൻസ് വരും. ഇവരൊന്നും ബാർസലോണയുടെ കളി കാണില്ല, റയലിന്റെ കളി കാണില്ല, വേണ്ട, അതൊന്നും കണ്ട. ഇന്റർ മയാമിയിലാണ് മെസ്സി കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാത്ത ആളുകളുണ്ട്. ഉണ്ട്, അതാ പറഞ്ഞത്. ആ ആളുകൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടി മുളയ്ക്കുന്ന, അതുകൊണ്ടാണ് ഈ സീസണൽ ഫാൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആണുങ്ങളെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആണുങ്ങൾ കണ്ടിന്യൂസ്ലി കളി ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് ബേസിക് ആയിട്ടുള്ള ധാരണകൾ പലർക്കും ഉണ്ട്. ഇത് നമ്മളെ നാട്ടിലത്തെ കുഴപ്പം മാത്രമല്ല. അതായത് ഫുട്ബോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പണ്ടേ പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിച്ച് വരുന്നത്, നമ്മളിപ്പോൾ ഈ സോ കോൾഡ് വെസ്റ്റേൺ ആളുകളൊക്കെ മോഡേൺ ആണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണ്ട് പെണ്ണുങ്ങൾ കളിച്ചിരുന്ന ടൈമിൽ എനിക്കത് കറക്റ്റായ ഇൻസിഡൻറ്റ് അതാണ് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പെണ്ണുങ്ങളുടെ ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് എന്തോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഫയിൽ കളിക്കാനുള്ള സംഭവം എന്തോ ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവർ കഷ്ടപ്പെട്ട് അന്ന് ആ ഒരു ഫാക്ടറി ഒരു എറയായിരുന്നല്ലോ, അത് ഫാക്ടറി വർക്കിംഗ് എറയിൽ ആ ടൈമിൽ ലേഡീസ് ഇത് കഴിഞ്ഞ് ഈ ഒരു ഫുട്ബോളിന് സമയം കണ്ടെത്തിയിരുന്ന ടൈമിൽ അതുവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ഒരു സാഹചര്യം. ഫുട്ബോളേഴ്സ് വരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ മെസ്സിനെയും ഇതൊക്കെ ആണുങ്ങൾ സ്റ്റാറ്റസ് എടുത്ത് സ്റ്റോറി ഇടുന്നു ഒക്കെ പറയണേ, ഫിഫ വുമൻസ് വേൾഡ് കപ്പ് ഫോളോ ചെയ്യുന്ന എത്ര വുമൻസ് ഉണ്ട്? ഈ പറഞ്ഞ സീസണൽ ഫാൻസ് ഞാൻ പറഞ്ഞേ, അല്ല ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം സീസണൽ ഫാൻസ് എന്ന് ഇവരെ കോട്ട് ചെയ്ത് വിളിക്കാനുള്ള കാരണം അതായത് ഫുട്ബോളിനോട് താല്പര്യമുണ്ട്, ശരി, ഫുട്ബോൾ കാണുന്നുണ്ട്, ശരി, ഫുട്ബോൾ ആരാധിക്കുന്നുണ്ട്, വേൾഡ് കപ്പ് വരുമ്പോൾ ആരാധിക്കുന്നുണ്ട്, ഒക്കെ എന്തുകൊണ്ട് ഇവർ വുമൻസ് വേൾഡ് കപ്പ് കാണുന്നില്ല? നമ്മൾ ഈ പറയുന്ന ഈ അപ്കമിങ് അല്ലെങ്കിൽ ഇതിനൊരു
ഈ ആണുങ്ങൾക്കിടയിലുള്ള ഒരു ബാരിയറിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഉദ്ദേശം. Actually, എന്തുകൊണ്ട് വുമൻസ് ഞങ്ങളല്ല അവിടെ വിജയിക്കുന്നത്, നിങ്ങളത് ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. നിങ്ങൾ അല്ല അതെന്താ പെണ്ണുങ്ങളുടെ സ്പോർട്ട് പെണ്ണുങ്ങൾ മാത്രം കാണില്ല, അതും എല്ലാവർക്കും പെണ്ണുങ്ങൾ കാണാമല്ലോ. മാത്രം കാണണം എന്നല്ല പറഞ്ഞത്, പെണ്ണുങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് അവർ ഫോളോ ചെയ്യുന്നില്ല. മാർത്ത എന്നുള്ള കളിക്കാരി 17 ഗോൾ അടിച്ചിട്ട് മെസ്സിയേക്കാൾ വലിയ റെക്കോർഡിലായിരുന്നു ഈ വേൾഡ് കപ്പ് മെസ്സി ബ്രേക്ക് ചെയ്യുന്ന വരെ. പക്ഷെ ആ പേര് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത ഫുട്ബോൾ ഫാൻസ് ഉണ്ട്, ആണുങ്ങളുടെ ഇടയിലുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ സ്ത്രീകൾ, നമ്മൾ പറഞ്ഞില്ലേ ആണുങ്ങൾ അവസരം കൊടുക്കുന്നില്ല, വളരുന്നില്ല. ഈ ഫാക്ടറി ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മോഡേൺ ഫുട്ബോളിലേക്ക് വരുമ്പം അതിൽ വുമൻസിന്റെ ഫുട്ബോൾ നടക്കുന്നുണ്ട്, റഫറിമാർ വരുന്നുണ്ട്. ഈ റഫറിമാരെ പറ്റിയോ ഇവർ കളിക്കുന്ന വുമൻസിന്റെ വേൾഡ് കപ്പിനെ പറ്റിയോ? വുമൻസിന്റെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, ആണുങ്ങൾക്ക് മാത്രമല്ല. വുമൻസിന് അവിടെ പ്രീമിയർ ലീഗ് നടക്കുന്നുണ്ട്, ആണുങ്ങൾക്ക് മാത്രമല്ല. ഇതൊന്നും ഇത് ഫുള്ളി കാണുന്നില്ല എന്നല്ല കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ള് കാണുന്നില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ സാധനങ്ങൾ കാണാതെ ശ്രദ്ധിക്കാതെ പെട്ടെന്നൊരു 4 വർഷം കൂടുമ്പോൾ വരുന്ന വേൾഡ് കപ്പിന് മാത്രം ഫാൻ ആവുന്ന ആളുകളുണ്ട്. ഈ ആളുകളെ നമ്മൾ, അല്ലാതെ ഫുട്ബോളിനോട് താല്പര്യമില്ലാത്ത എല്ലാ സ്ത്രീകളും കളി കാണാത്തവരെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ സ്ത്രീകളും ഫുട്ബോൾ ഈ വേൾഡ് കപ്പിന് വരുന്ന സീസൺ ഫാൻസ് ആണെന്ന് ഞാൻ പറയില്ല. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പേര് നമ്മൾ എടുത്ത് പറഞ്ഞാൽ ഒരുപാട് ആളെ മിസ്സായിപ്പോവും, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ ഇത്തരത്തിലുള്ള സമയത്ത് മാത്രം പൊട്ടിമുളച്ച് ബ്രസീൽ ഇന്ത്യയും അർജന്റീനയും ജയിച്ച ഒരു 100-300 കൊടുത്ത് വാങ്ങി അതൊരു കണ്ടന്റ് ചെയ്ത് ഫാനിനെ ബാധിക്കുന്നതാണോ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മാത്രമാണ്? കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണല്ലോ നമ്മൾ ലൈക്ക് നമുക്ക് എക്സ്പോസ്ഡ് ആയി കിട്ടുന്നത്. മറ്റേ നമ്മളെ പേഴ്സണൽ എക്സാമ്പിൾസ് ആയിരിക്കും, നമ്മളെ പരിചയത്തിലുള്ള 1-2 ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയി മാറുകയാണ് ചെയ്യുന്നത്. വേൾഡ് കപ്പിന്റെ സമയത്ത് മാത്രം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുന്ന ആളുകളുണ്ട്. ഇല്ല, ഞാൻ പറയല്ലേ ചോദ്യങ്ങൾക്ക് ഞാൻ ഒപ്പടാ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭയക്കണാരാ? 5 ആളെ പേര് പറയുമ്പോൾ അത് മെയിൽ ഷോവനിസം എന്ന് പറയുന്നവരാ. അയ്യോ അങ്ങനെ പറയുന്നല്ല, അത് ആണുങ്ങളോട് ചോദിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആണുങ്ങളോട് ചോദിക്കാം, ആണുങ്ങളോട് ഞങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ് കാത്തു വെക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഫുട്ബോൾ ഇത്ര പോപ്പുലർ ആവുന്നു എന്നുള്ളതിന്റെ ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും മീഡിയ ആണെന്നുള്ളതാണ്. ഈ സോക്കോൾ മീഡിയസ് ഏറ്റവും കൂടുതൽ കവറേജ് കൊടുക്കുന്നത് ആർക്കാണ്? അത് ആർക്ക്? ഒറ്റ ക്വസ്റ്റ്യൻ, ഒറ്റ ആൻസർ മാത്രമേ എനിക്ക്. എസ്സേ വേണ്ട, വൺ വേർഡ് ആൻസർ. ക്വാളിറ്റിന്റെ ഒരു വിഷയമാണെന്നുള്ളത് ആൻസർ കിട്ടിയില്ലേ? ക്വാളിറ്റിയാണ് എക്സാമ്പിൾ. ഞാൻ പറയട്ടെ, ഇനി ക്വാളിറ്റിയുടെ അപ്പുറത്തേക്ക് ഇവർ ഈ ബ്രോഡ്കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പും കൂടി വരണം. വ്യൂവർഷിപ്പ് വരണം. ആണുങ്ങളെ കളി ആണുങ്ങൾ കാണും, സ്വാഭാവികമായിട്ടും കാണും. വുമൻസിന്റെ കളി വുമൺ കാണുമോ? വ്യൂവർഷിപ്പ് കിട്ടുമോ? നേരത്തെ പറഞ്ഞ മണി ജനറേഷൻ, എക്കോണമി, മറ്റേ പാഷനപ്പുറത്തേക്ക് പൈസ ജനറേഷൻ കിട്ടൂല. 10 വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ സ്പോർട്ട് അതേപോലെ ആവാം, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതാ, ഈ വുമൻസിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞ സോക്കോൾഡ് വലിയ TV മീഡിയയിലൊന്നും വരുന്നില്ല. ചാനലുകളുടെ എണ്ണം കുറവാണ്. ആ സമയത്ത് മറ്റ് മത്സരങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കളി കാണും. ഈ ഓൺലൈൻ വെബ്സൈറ്റുകളിലും ഓൺലൈൻ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഈ കളികൾ കാണാൻ. അതിലെ വ്യൂവർഷിപ്പ് ഭയങ്കര വാലിഡാണ്. അതിലെ വ്യൂവർഷിപ്പിന്റെ അളവ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് TV വരില്ല. ആ വ്യൂവർഷിപ്പ് കുറയുന്നത് നമ്മൾ ആണുങ്ങൾക്ക് അപ്പുറത്ത് ആണുങ്ങളെ കളി കാണാൻ സമയമുണ്ടല്ലോ, അല്ല ആണുങ്ങൾക്ക് പരിപാടി ഉണ്ടല്ലോ. ആണുങ്ങൾ എന്തുകൊണ്ട് പെണ്ണുങ്ങളുടെ കളി കാണുന്നില്ല എന്നുള്ള ഒരേ സമയത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആണുങ്ങൾ ഇതിനെ പ്രയോറിറ്റി കൊടുക്കുക. അവർ ഇത്രയും കാലം ഫോളോ ചെയ്തൊരു സാധനത്തിനാണ്. സ്ത്രീകൾക്ക് വളർച്ച കിട്ടുന്നില്ല, ഫുട്ബോളിൽ വളരുന്നില്ല എന്നൊക്കെ പറയുമ്പം ആ വ്യൂവർഷിപ്പ് ജനറേറ്റ് ചെയ്യുക, അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളത് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യം. സ്ത്രീകൾ മാത്രം ചെയ്യണം എന്നല്ല പറയുന്നത്. ഇത് അവസാനം ക്വാളിറ്റി ഉണ്ടല്ലോ, ക്വാളിറ്റി കൂടും. കാരണം ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് പെണ്ണുങ്ങൾ സ്പോർട്സിലേക്ക് വരുന്നത്. അപ്പൊ ക്വാളിറ്റി കൂടാൻ അതേപോലെ തന്നെ പാരലലായി ടൈം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ ടൈം എടുക്കുന്നതൊക്കെ ക്വാളിറ്റി കൂടുന്നതൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ യൂറോപ്പ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഒരുപാട് വുമൻസ് നന്നായി കളിക്കുന്നുണ്ട്. ഈ ക്വാളിറ്റി വ്യത്യാസമൊന്നുമില്ല, വ്യൂവർഷിപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളത്. അത് കാരണം എന്ന് വെച്ചാൽ അതിന് ഒരു ഔട്ട്റീച്ച് കിട്ടിയിട്ടില്ല. ആ റീച്ച് ഉണ്ടാക്കേണ്ടത് ആ റീച്ചിന്റെ ഉത്തരവാദിത്തം പ്രൈമർ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? സ്ത്രീകളുടെ ഫുട്ബോൾ വ്യൂവർഷിപ്പ് കൂടാനുള്ള പ്രൈമർ ഉത്തരവാദിത്തം സ്ത്രീകൾ കാണിക്കണം. ഞാൻ പറഞ്ഞത് ഫുൾ ഉത്തരവാദിത്തം എന്നല്ല പറയുന്നത്, പ്രൈമറി ഉത്തരവാദിത്തം. പ്രഥമ പരിഗണന സ്ത്രീകൾ വളരാൻ സ്ത്രീകൾ ആദ്യം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മെന്റിന്റെ സ്പോർട്ടില് ആണുങ്ങൾ മാത്രമാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്? ആണുങ്ങൾ പ്രയോറിറ്റി കൊടുത്തു വന്നത് കൊണ്ടാണ് അതിപ്പം വളർന്നത്. അതെന്തുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പണ്ടേ അവൈലബിൾ ആയതുകൊണ്ട്. പക്ഷെ ഇപ്പൊ അവൈലബിൾ ആയിട്ട് സ്ത്രീകൾ ഞാൻ പറഞ്ഞ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാനായിക്കണം. ഞാൻ ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീകളുടെ ഫുട്ബോൾ ഒരിക്കലും ക്വാളിറ്റി ഇല്ല എന്നുള്ളത് നെതർലാൻഡ്സിന്റെ ഒരു വുമൻസ് വേൾഡ് കപ്പ് ഫൈനൽസ് കാണാൻ നിങ്ങൾക്കറിയാം. ലീക്കെ മാർട്ടിൻസിനെ പോലത്തെ പ്ലെയർ, ഈ പറയുന്ന പോലത്തെ മാർട്ട സിൽവനെ പോലത്തെ പ്ലെയർ ഒക്കെ കളിക്കുന്ന, അല്ലെങ്കിൽ ഡാനിയൽ ലോഡോൺകിനെ പോലത്തെ പ്ലെയേഴ്സ് കളിക്കുന്നത് കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവർ ക്വാളിറ്റി ഇല്ല എന്ന് പറയില്ല. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പേരുകൾ ഞാൻ പറയാം. പുട്ടിയേഴ്സിനെ പോലത്തെ ഒരുപാട് വുമൻ ഫുട്ബോളേഴ്സ് കളിക്കുന്ന. ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനായിക്കണം.
ഇങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സ് കളിക്കുന്ന കണ്ടാൽ ആ കാര്യത്തിലൊരു വ്യക്തത വരും. വുമൻസ് എത്രത്തോളം ക്വാളിറ്റിയിലാണ് കളിക്കുന്നത് അല്ലേ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. ഞാൻ പറഞ്ഞത് ഒരു ഒറ്റ പോയിന്റ് മാത്രമാണ്. മീഡിയ ഈ ഒരു കാര്യത്തിന് നല്ല റീസണാണ്. ഒരു സ്പോർട്ട് വളരണമെന്നുണ്ടെങ്കിൽ അതിൽ മീഡിയ റീസണാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇനി ക്രിക്കറ്റ് എടുത്തോ ഫുട്ബോൾ എടുത്തോ ഏതിനാണ് ഏറ്റവും വ്യൂവേഴ്സ് ഉള്ളത്? അത് ക്രിക്കറ്റിനാണോ അല്ലേ എന്നുള്ള കാര്യം. കാരണം മീഡിയ കവറേജ് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഈ മീഡിയ കവറേജ് എന്ന് വുമൻസ് ഫുട്ബോളിൽ വരുന്നോ അന്ന് അവർക്ക് ഫാൻസ് കൂടും. ഇനി സ്പെയിൻ പോലത്തെ ഒരു രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണോ മെൻസ് ഫുട്ബോളിനെ കാണുന്നത് അതേപോലെ തന്നെ വുമൻസ് ഫുട്ബോളിനെ കാണുന്നുണ്ട്. സ്റ്റേഡിയത്തിലെ കളി കാണാൻ ഈ സോ കോൾഡ് ഫാൻസ് പോകുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും വുമൻസ് ഫുട്ബോളിന്റെ പെണ്ണുങ്ങളോട് ചോദിക്കില്ല 5 ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേര് പറയാം. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ച് ചോദിക്കണം 5 വുമൻ ഫുട്ബോളേഴ്സിന്റെ പേര് പറയാൻ പറയണം. അപ്പൊ അവർ പറയാൻ പറ്റില്ല. ഇല്ല, അവർക്ക് മറുപടി ഇല്ല. അതില്ലാന്ന് നമുക്ക് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കാര്യത്തിലേ ഈ 5 വുമൺ ഫുട്ബോളേഴ്സിന്റെ പേര് ആദ്യം ഇവർക്ക് അറിയണം, എന്നിട്ട് ലെവലിൽ ചോദിക്കാൻ പറ്റുള്ളൂ. ആ ചോദ്യങ്ങൾ എന്തുകൊണ്ട് തിരിച്ചു വരാതെ? ഞാൻ പറഞ്ഞ സിമ്പിൾ എക്സാമ്പിൾ ഇത്രയുള്ളൂ. നമ്മൾ ധൈര്യത്തിൽ ഇത് ചോദിക്കുകയാണ്, കോഴിയാണോ ആദ്യം ജനിച്ചത് മുട്ടയാണോ ആദ്യം ജനിച്ചത് പോയിട്ട് കാര്യമില്ല. നമ്മൾ അർജന്റീനക്കാരോട് നമ്മളിപ്പോൾ പറയണം, അർജന്റീന ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓട് ചോദിക്കുകയാണ് അർജന്റീനയിലെ ഒരു 5 കളിക്കാരെ പേര് പറയുമെന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? നമുക്ക് 5 അറിയാം, അല്ല നമുക്കൊരു 10 അറിയാം. ഇവളെ 5 പറയൂല നമുക്കൊരു വിശ്വാസമുള്ള നമ്മൾ ചോദിക്കുകയാണ്. നേരെ മറിച്ച് സ്ത്രീകൾ ഈ തിരിച്ചു ചോദിക്കാത്ത എന്താ? അവരിത് ഫോളോ ചെയ്യുന്നില്ല, അവർ വുമൻസ് ഫുട്ബോൾ ഫോളോ ചെയ്യുന്നില്ല. അവർക്ക് വുമൻസ് ഫുട്ബോളിൽ അല്ലെങ്കിൽ ഒരു ബ്രസീൽ ആരാധികയായ ഒരു പെൺകുട്ടി അവളോട് ബ്രസീൽ വുമൻസ് ടീമിൽ ഒരു 5 ആളെ പേര് 10 ആളെന്ന് പറഞ്ഞാൽ 5 ആളെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആൾ പറയും? അവർക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ ഈ മീഡിയയിൽ കാണുന്ന നെയ്മറിനെ പോലെ 1-2 പേരുകൾ മാത്രം കാണുന്ന രീതി. ആണുങ്ങളോട് ചോദിച്ചാലും ഇല്ല, പറയുന്നില്ല. ഞാൻ പറഞ്ഞേ ഇവര് വുമൻസ് ഫുട്ബോളിനെ നമ്മൾ തിരിച്ചു ചോദിക്കാന്ന് പറഞ്ഞോണ്ട് പറയുന്നത്. അതായത് വുമൻസ് ഫുട്ബോളിനെ ഫോളോ ചെയ്യേണ്ടത്. വുമൻസ് ഫുട്ബോൾ എടുക്കല്ലേ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താ വുമൻസ് ഫുട്ബോൾ ബ്രോഡ്കാസ്റ്റിംഗ് എവിടെ നടക്കുന്നത്? എനിക്ക് കാണാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. എവിടെ നടക്കുന്നത് ബ്രോഡ്കാസ്റ്റ്? ഞാൻ കുറേ തപ്പി നടന്നിട്ടുണ്ട്, മര്യാദക്ക് കിട്ടിയില്ല. നെതർലാൻഡ്സ് US ഒരു ടൈമിൽ ഫൈനൽ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രോപ്പർ ഒരു മീഡിയ ത്രൂ, അല്ലെങ്കിൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ബാക്ക്ഡോർ വഴിയുള്ള മീഡിയ ത്രൂ കാണണം. അല്ലാതെ ഒരു പ്രോപ്പർ മീഡിയ ത്രൂ കാണാനുള്ള സാഹചര്യം ഇവിടെ കുറവാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ടാണ് ഈ സോ കോൾ, എനിക്കും അറിയില്ല, ഞാൻ തുറന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബ്രസീലത്തെ ഒരു 10 ആണുങ്ങളെ പേര് പറയാൻ പറഞ്ഞാൽ എനിക്ക് അറിയുന്നുണ്ടാവും. ജർമ്മനി ഏത് രാജ്യം എടുത്തോടെ എനിക്ക് പറ്റുന്നുണ്ടാവും. പക്ഷേ USA ഒരു 10 വുമൺ ഫുട്ബോളേഴ്സിന് പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അതിൻ്റെ ഒരു ബേസിക് റീസൺ ഇതാണ്. പിന്നെ അതിനെ വീണ്ടും ഞാൻ പറഞ്ഞല്ലേ എന്തുകൊണ്ടാണ് ഈ ബ്രോഡ്കാസ്റ്റ് വരാത്തതൊക്കെ നമ്മൾ പറയാം. നമ്മളെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ബ്രോഡ്കാസ്റ്റ് വരാത്തതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞ അത്രയും ആത്മാർത്ഥമായ ഫുട്ബോൾ ഫാൻസ്, വുമൺ ഫുട്ബോൾ ഫാൻസ് അല്ലെങ്കിൽ വുമൺ ഫുട്ബോൾ ഫാൻസ് ഇല്ല എന്നുള്ളതാണ്. ഫുട്ബോൾ ഒരു മെൻ സ്പോർട്ട് ആണെന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഒരു അങ്ങനെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ സംശയം. ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് മാറണം. അതായത് വുമൻ ഫുട്ബോൾ ഫാൻസ് വുമൻ ഫുട്ബോളിനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് മാറണം. അതായത് പെണ്ണുങ്ങൾ കാണുന്നില്ല, പെണ്ണുങ്ങൾ കളിക്കുന്നില്ല, അതിനുള്ളൊരു സ്റ്റേജ് കൊടുക്കണം. വുമൺ കളിക്കുന്നില്ല, വുമന്റെ ഫുട്ബോളിംഗ് ക്വാളിറ്റിനൊന്നും ഞാൻ പറഞ്ഞത് വുമൺ ഫുട്ബോളിങ്ങിനെ നമ്മൾ പറഞ്ഞത് ഇപ്പം നിലവിൽ വുമൻസ് ഫുട്ബോളിന്റെ ബാക്കിലാണ്. അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആരുതാ? എല്ലാവർക്കും ഈക്വൽ ഉത്തരവാദിത്തം എന്നൊക്കെ നമ്മൾ പറയെങ്കിലും പ്രൈമറി ഉത്തരവാദിത്തം വുമൺ ആണെന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം അത് ഒരിക്കലും ഒരു മെന്ന് ചെയ്യൂല, മെൻ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കൂല എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ട ഫെഡറേഷനെല്ലാം ആണുങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു വുമൺ പോസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിബിൾ ആവും. ഇന്നലെ എങ്ങാനും പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ടീമിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീകളുടെ ഫുട്ബോളിൽ വരുമ്പം ഒരു സ്ത്രീ മെമ്പറെങ്കിലും ലേഡി മെമ്പറെങ്കിലും വേണം, ഒരു സ്ത്രീയെങ്കിലും വേണം. അതായത് റെഫറിങ്ങിലോ അല്ലെങ്കിൽ കോച്ചിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷനിൽ. അപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്, നല്ലതാണ്. അല്ല, ഇഷ്ടംപോലെ വിമൺ ഫുട്ബോളേഴ്സ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനലിസ്റ്റ് ആയിട്ടും ടാക്ടീഷ്യൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾ അവരെ അറിയുന്നില്ല. അറിയാണ്ട് ഇപ്പൊ കമന്റ് എടുത്തു നോക്ക്, ഒരു സൈഡിൽ ടെക്നിക്കൽ കമന്റേറ്റർ ആയിട്ട് വിമൺ ഒരു പെണ്ണിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുക. പേരറിയോ? എത്ര കമന്റേറ്റേഴ്സിന്റെ പേര് അങ്ങോട്ട് അറിയാം? ഞങ്ങൾ വുമന്റെ ആള് പേരറിയില്ല, നമുക്ക് പക്ഷെ എനിക്ക് ആണുങ്ങളുടെ പേരറിയാം. അവിടെ എനിക്കാണ് അഡ്വാൻറ്റേജ്. അല്ല, സീരിയസ്ലി ഞാൻ ചോദിക്കാം, എനിക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട് അടിയിൽ. നീ ഇതെല്ലാം കണ്ടിട്ടാണോ? സത്യം പറ, താങ്കളല്ല അതിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് ഇവിടെ വുമൺ ഫാൻസ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് വളരെ ചുരുക്കമാണ്. പക്ഷെ നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന അളവ് ചുരുക്കാണോ? അല്ല, അവിടെ ഒരു വലിയൊരു ബൂം നടന്നിട്ടുണ്ട്. ഈ വേൾഡ് കപ്പ് ആകുമ്പോൾ മാത്രം വരുന്ന ബൂമാ. അതൊരിക്കലും ഫുട്ബോൾ ഫാൻസ് ആണെന്ന് ഞാൻ സമ്മതിക്കില്ല. അവര് ബുദ്ധിക്ക് കളിക്കുന്നുണ്ട്, അവര് കണ്ടന്റ് ചെയ്യുന്നു, അവർക്ക് പൈസ കിട്ടുന്നു, കണ്ടന്റ് ക്രിയേഷന് ഫുട്ബോളേഴ്സിന്റെ പേരറിയണം എന്നുള്ളത് ഒരു മാനദണ്ഡമല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവരത് അറിയാമെന്ന്
സ്ഥാപിക്കരുത് എന്നുള്ളതാണ്. ഏത് ഇതിലാണ് ഐ എം എ വെരി ഗ്രേറ്റ് ഫുട്ബോൾ ഫാൻ എന്ന് പറഞ്ഞിട്ട് ഏത് കണ്ടന്റ് ഇടയിലാണ് ഒരു സ്ത്രീ കമന്റ് അല്ല, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, റൊണാൾഡോ അണ്ണൻ എവിടെ പോയി, 2 ഗോൾ അടിച്ചു, അണ്ണൻ എവിടെ പോയി, അണ്ണനെ കണ്ടില്ലല്ലോ. അത് ഫണ്ണിന്ന് മോക്കറിയിലേക്ക് പോകുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. അതാണ് എക്സാക്ട്ലി. ഇപ്പൊ മോക്കറിയിലേക്ക് പോകുമ്പോഴാണ് അത് പ്രശ്നമാണ്. ഇപ്പൊ റീല് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പം മുഖത്ത് കളർ അടിച്ചിട്ട് മെസ്സി 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 എന്ന് കാണിക്കുന്ന പ്രശ്നമല്ല, അതൊരു പ്രശ്നമല്ല. കണ്ടിട്ടുള്ളൂ. അതുണ്ട്. പിന്നെ ജർമ്മനി, ഇംഗ്ലണ്ട്, അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ആ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനല്ല നമ്മൾ പറയുന്നത്. അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അവരുടെ ജോബ് ബേസിക്കലി ഞാൻ പറഞ്ഞത് അതൊരു ജോബാണ്. അവരുടെ ജോബാണ് ചെയ്യുന്നത്. അവർ പൈസ ഉണ്ടാക്കുന്നു പോട്ടെ. ഞാൻ പറയുന്നത് അതല്ല. ഫാൻ എന്നുള്ള പെർസ്പെക്റ്റീവിൽ വരുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളെയാണ് വിമർശിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാറ്റസ് ഇട്ടോ സ്റ്റോറി ഇട്ടോ പാട്ടിട്ടോ എന്തും ചെയ്തോ, പക്ഷേ ഞാനൊരു ഫാനാണെന്ന് പ്രഖ്യാപിച്ച് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. ഓഫ് സൈഡ് എന്താണെന്ന് അറിയാതെ ഒരാൾ ഫുട്ബോൾ കാണാനിരിക്കുന്നതിനെ പറ്റി നമ്മൾ പറയല്ലേ, ഒരു സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റി ഒരു ധാരണ കിട്ടാത്ത രീതിയിലായിരിക്കും. കാരണം ഓഫ് സൈഡും ക്ലൈമാക്സും ഒന്നാണോ? ഓഫ് സൈഡും ക്ലൈമാക്സും ഒന്നാണ്. കാരണം ഒരു സിനിമയുടെ ഏറ്റവും പീക്ക് പോയിന്റ് എന്താ? ഒരു സിനിമയുടെ ഏറ്റവും ബിഗ് പോയിന്റ് ട്വിസ്റ്റുകൾ എനിക്ക് സിനിമയിൽ മനസ്സിലാവാറില്ല. ഇത്രേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്, ഓഫ് സൈഡ് അറിയാതെ കളി കാണാതിരിക്കുക ലോജിക്കില്ലേ? അത്രേ ഉള്ളൂ. എനിക്ക് സിനിമ കാണണം എന്നുള്ളതിൽ എനിക്ക് ചില ട്വിസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഞാൻ ഇനി കാലാകാലം സിനിമ കാണാതെ ഇരിക്കണം. സ്ഥിരം കാണാതിരിക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു സ്ത്രീക്ക് ഓഫ് സൈഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓഫ് സൈഡ് അറിവില്ലാത്തവന് അറിവ് പകർന്നു കൊടുക്കുക. അപ്പൊ ഓഫ് സൈഡ് റൂള് പഠിപ്പിച്ചു അല്ല, കൊടുക്കണം. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ സമയം എല്ലാവരും കളിയാ കാണുന്നത്, കളീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താണ് ഫോമോ അടിക്കൂലേ, ഇതിൽ നിന്നൊക്കെ ഞാൻ ഒന്ന് മിസ് ഔട്ട് ആവണം. അപ്പൊ എനിക്ക് എന്തെങ്കിലും സംസാരിക്കണം. അതുകൊണ്ട് വരുന്നവരായിരിക്കും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വന്നോട്ടെ, ഞാൻ പറഞ്ഞേ തുറന്ന് സമ്മതിക്കണം. ഞാൻ 4 കൊല്ലം കൂടുമ്പോൾ വേൾഡ് കപ്പ് ആണ് നാളാണ്. നമ്മൾ ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബക്കാർ, എനിക്കിപ്പോൾ നമ്മൾ പേഴ്സണലി എക്സാമ്പിൾ പറയാം, ഒരുപാട് ആളുകളുണ്ട്. ഇതിനോട് ലിങ്ക് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരുണ്ട്. സീലെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ അതിനെ പറ്റിയിട്ട് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനത്തെ ആളുകളുണ്ട്. അവർ തുറന്ന് സമ്മതിക്കും. അവർ അത്തരത്തിലുള്ള ആളുകളാണ്. 4 വർഷം കൂടുമ്പം എല്ലാവരും കാണുന്ന ഭാഗമായി, ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗം, ആ ഫ്ലോയിൻ്റെ കൂടെ കൂടാൻ, ആ ഒഴുക്കിൻ്റെ കൂടെ പോകാൻ വരുന്നോലാന്ന്. അത് നമുക്ക് സമ്മതിക്കാം. അതിലപ്പുറത്തേക്കുള്ള ആളുകളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലത്തെ കുറേ, അതായത് എനിക്കെല്ലാം അറിയാം, ഏത് എഴുതി പഠിച്ച് വരികയാണ്. റൊണാൾഡോ 2 ഗോൾ അടിച്ചു, മെസ്സി 3 ഗോൾ അടിച്ചു. ഈ പറഞ്ഞതാണ്. അതായത് ഇത്രേ ഉള്ളൂ. ആ എഴുതി പഠിച്ച് വരുന്ന സ്വയം പ്രഖ്യാപിത ഫുട്ബോൾ ഫാൻസിനാണ് ഞാനെതിര്. അല്ലാത്ത ആളുകളുണ്ടെന്ന് ഞാൻ എപ്പോഴോ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്വയം പ്രഖ്യാപിത ഫുട്ബോൾ ഫാൻസാണ് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ചീത്തപ്പേര് കൽപ്പിക്കുന്നത്. അത്തരം ഫുട്ബോൾ ഫാൻസ് എന്ത് ദോഷമാണ് സമൂഹത്തിന് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. നല്ലത് ചെയ്യുന്നുണ്ടോ? നല്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്തപ്പോൾ അതങ്ങനെ തുടരട്ടെ എന്നുള്ളൊരു നിലപാടെടുക്കാലോ. ബുദ്ധിമുട്ടില്ല എന്ന് ആരും അറിയുന്നത്. ഇത് നമ്മൾ പറയില്ലേ, നമ്മൾ അത്രയും ആരാധിക്കുന്ന ഒരു താരം, ആ താരത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ വന്ന് മണ്ടത്തരം പോട്ടെ, ഡിസ്റെസ്പെക്ട്, കളിയാക്കുക, കളിയാക്കാന്ന് പോട്ടെ, കളിയാക്കലും വിടാം, അപമാനിക്കുക എന്നൊരു സാധനമുണ്ട്. ഈ അപമാനിക്കുന്ന സാധനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ ഫാനായ ഒരാൾ പ്രതികരിക്കും. അല്ല, പക്ഷെ അതൊരു കാര്യം പറയട്ടെ. ഇപ്പം റൊണാൾഡോനെ കളിയാക്കുന്നത് ഫുട്ബോൾ കാണുന്ന ആണുങ്ങൾ അതിനേക്കാൾ കൂടുതൽ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊന്ന് ചോദിക്കുകയാണ്, റൊണാൾഡോക്ക് ഇല്ലാത്ത വിഷമം എന്താണ് നിനക്കെന്ന് ചോദിച്ചാൽ അവിടെ തീർന്നു നമ്മുടെ. അല്ല, റൊണാൾഡോക്ക് ഇല്ലാത്ത വിഷമം അതൊക്കെ വേറെ കണ്ടന്റ്, വേറെ ടോപ്പിക്, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പറയുന്നത് അത്രയില്ല. ഇത് ഫാക്ടറി വർക്ക്, മറ്റേ പഴയ 1800കളിലെ കഥ, ഇംഗ്ലണ്ടിലെ മറ്റേ 3 മണിക്ക് പണി കഴിഞ്ഞ് 4 മണിക്ക് ഫുട്ബോൾ കളിക്കാൻ വനിതകൾ പോയ കഥയൊക്കെയാണ്. അത് റീസൺ ആണോ എന്ന് വെച്ചാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അതിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ മാറി. ഈ പറഞ്ഞ ബ്രോഡ്കാസ്റ്റിംഗ് ഇവിടെ 96 വേൾഡ് കപ്പ് അല്ലെ 98 വേൾഡ് കപ്പ് ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടേനോ? ഇല്ലല്ലോ. അന്നും ഇവിടെ ഫുട്ബോൾ ഫോളോ ചെയ്ത ആൾക്കാരുണ്ട്. 2002 അങ്ങനെ കാലങ്ങളായിട്ട് വന്ന മാറ്റങ്ങളാണ്. ആ മാറ്റത്തോടെ സ്ത്രീകൾക്ക് ബലൻഡിയോർ എന്നുള്ള അവാർഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ മെസ്സി റൊണാൾഡോ 20 വർഷത്തോളം ഒരു സ്റ്റേജ് പങ്കിട്ടു. അതൊക്കെ എത്ര വർഷമായിട്ടുണ്ടാവും ഒരു വുമൺ ഫുട്ബോളറിന് ബലൻഡിയോർ എന്നുള്ള അംഗീകാരം കൊടുക്കാൻ തുടങ്ങിയിട്ട്? നമ്മൾ ഈ ഫുട്ബോളിലെ വനിതകളുടെ പ്രാതിനിധ്യം അല്ല നമ്മൾ പറയുന്നത്. ഫുട്ബോൾ ഫാൻസ് എന്നുള്ളൊരു ടോപ്പിക്കിലേക്കാണ്. അല്ല, പ്രാതിനിധ്യം വർദ്ധിച്ചാണല്ലോ സ്വാഭാവികമായിട്ടും വുമൺ ഫാൻസ്. അല്ല, പ്രാതിനിധ്യം വർദ്ധിച്ചു വെച്ചാൽ ഈ പറഞ്ഞ ബാലൻഡിയോർ പ്രഖ്യാപിച്ചത് മുതൽ, അല്ലെങ്കിൽ ബാലൻഡിയോർ എന്നുള്ള അവാർഡ് വന്നത് മുതൽ എത്ര ഫുട്ബോൾ ഫാൻസ് ഇവിടെ വന്നു? ഈ അലക്സ ബുട്ടിൽസ് 3 എത്രണ്ണം വാങ്ങി അടുപ്പിച്ച് തുടർച്ചയായിട്ട്? 3 വാങ്ങി. ഈ 3 വാങ്ങിയ സമയത്ത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ എത്ര വുമൻസ് വന്നിട്ടുണ്ട്? എത്ര ആൾ വന്നു? ഇല്ല. ഞാൻ പറഞ്ഞതാണ്, ഈ പ്ലെയർ ഏത് ടീം കളിക്കുന്നു, ഏത് നാഷണൽ ടീമിന് കളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വനിതകൾ പറയും? ഇല്ല. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. അവർക്ക് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് വളരെ ചുരുക്കമാണ്. അത് സമ്മതിച്ചു തരുന്ന ആളുകളുണ്ട്.
ആ സമ്മതിച്ചെന്ന ആൾക്കാർ വളരെ കുറവാണ്. സമ്മതിക്കാതെ കടിച്ചു തൂങ്ങി ഞങ്ങൾ അടിച്ചമർത്തുന്നു, ഞങ്ങളെ വിരോധികളാക്കുന്നു, ഞങ്ങളെ സീസണൽ ഫാൻസ് ആക്കുന്നു എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ്. അതാണ് പ്രശ്നം, അത് മാത്രമാണ് പ്രശ്നം. അതൊരു അതിനെയാണ് ഞാൻ പ്രശ്നമാണ്. എതിർക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ സ്ഥിരമായിട്ട് ഫുട്ബോൾ ഫാൻസിന് ഇതിനൊരു ഗേറ്റ് കീപ്പ് ചെയ്യാന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഭയങ്കരമായൊരു ഫാൻസ് കാണുന്ന ഇവരിതിങ്ങനെ എന്താണ് ഭയങ്കര ക്ലെയിം ചെയ്യുന്ന പോലെ. അപ്പോൾ അവർക്ക് ഇത് ഭയങ്കര ഒരു അസൂയ പോലെ ഉണ്ട്. എല്ലാവരും കൂടി നമ്മുടെ എന്തോ ഒരു സാധനം എല്ലാവർക്കും കൂടി കിട്ടുന്നു എന്നുള്ളൊരു സാധനം എവിടെ ഇത്രേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അതായത് സമ്മതിച്ച് തരാം. നമ്മൾ സീസണിലാണെങ്കിൽ സീസണിലാണെന്ന് പറയാം, അല്ലാത്തവരാണെങ്കിൽ അല്ലാത്തവരാണെന്ന് പറയാം. അല്ലാത്തവരാണ് തെളിയിക്കാനാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അഞ്ച് പ്ലേയേഴ്സിന്റെ പേര് അറിയാം. അപ്പൊ എന്താ, സീസണിൽ അല്ലാത്തവർക്ക് സ്വാഭാവികമായിട്ടും 5 പ്ലേയേഴ്സിന്റെ പേര് അറിയാം, അല്ലാത്തവർക്ക് സീസണിൽ സ്വാഭാവികമായിട്ടും ഓഫ് സൈഡ് റൂൾ അറിയാം, അല്ലാതെ കൃത്യമായിട്ട് അതിനെ പറ്റി ധാരണ ഉണ്ടാവും. ഇങ്ങനെ ഈ ഫുട്ബോളിനോടുള്ള അഗാധമായ പ്രണയം കൊണ്ടാണോ നീ അങ്ങനെ സമ്മതിച്ചു തരണം എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും നമ്മളൊരു ഫുട്ബോൾ ഫാനാണെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ബേസിക് അറിവുണ്ട്. അത്തരത്തിലൊരു അറിവും ഇല്ലാതെ വെറുതെ ചില ആൾക്കാർക്ക് ജസ്റ്റ് ഇത് കളി കാണണം, അവരെ എന്താണ് ദേ വോണ്ട് ടു ഗോ ഓൺ വിത്ത് ദിയർ ഡേ, അത്രേ ഉള്ളൂ. പൊക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ആ ഫാൻസിനല്ല ഓരെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്, ഓരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, ഓരെ കുറിച്ചല്ല എൻ്റെ വിമർശനം. അതിലപ്പുറത്തേക്ക് സ്വയം പ്രഖ്യാപിത ആളുകൾക്കെതിരെ ഞാൻ എന്നും സംസാരിക്കും. പ്രണയം ഫുട്ബോളിനോട് മാത്രം അല്ല, എവിടെയോ കിടക്കണ റൊണാൾഡോനെ പറയുന്നതിന് എന്തിനാണ് ഇവിടെ കിടന്ന് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? അത് ഒരു തരത്തിൽ പെണ്ണുങ്ങളോടുള്ള ഒരു താല്പര്യമില്ലായ്മ. റൊണാൾഡോക്കും മെസ്സിക്കും നെയ്മറിനും വേണ്ടി ഒരേപോലെ ഞാൻ പടവെട്ടും. അത് ആണുങ്ങളോടായാലും ശരി പെണ്ണുങ്ങളോടായാലും ശരി. കളിയാക്കാം, വിമർശിക്കാം, പക്ഷെ എന്ത് ചെയ്ത് അപമാനിക്കരുത്. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. ഇതിൻ്റെ ഒരു വേറൊരു പ്രധാന പ്രശ്നം എന്താ അറിയോ, ഈ ഫുട്ബോൾ ആണുങ്ങളുടെ ഓണർഷിപ്പിലുള്ളൊരു സംഭവമാണെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതായത് ഇത്രയും കാലം ഞങ്ങൾ മാത്രം കണ്ടുകൊണ്ട്, ഞങ്ങൾ മാത്രം ഇതിനെ സെലിബ്രേറ്റ് ചെയ്ത്, ഞങ്ങൾ ഇടയിൽ മാത്രം സംസാരിച്ച് നിന്നൊരു സാധനം ഇപ്പം ഒരു പൊതുസമൂഹത്തിലേക്ക് പോവാണ്. പെണ്ണുങ്ങൾ കൂടി അതിൽ സംസാരിക്കാൻ വരികയാണ്, സ്ത്രീകൾ കൂടി കൂടുതൽ അതിൻ്റെ ഭാഗവാക്കാകുമ്പോൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് ഒരു ഗേറ്റ് കീപ്പിംഗ്, ഇത് ഞങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ ആണുങ്ങൾ ഇടയിൽ ഉണ്ട്. എനിക്കൊന്ന് ഈ സീസണൽ ഫാൻസ് ആയാലും, ആണുങ്ങളുടെ സീസണൽ ഫാൻസ് ആയാലും അല്ലെങ്കിൽ സ്ഥിരമായി കളി കാണുന്നവരുടെ ഇടയിലും ഈ ഒരു ഫീലിംഗ് ഉണ്ട്, ഇത് ഞങ്ങളുടെ ഇടയിൽ നിൽക്കണം ആ ഒരു സാധനം. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് തോന്നലാണ്. അതായത് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടൊരു വിമർശനം ഉണ്ടാവും. അത് എല്ലാ ഫീൽഡിലും, അത് ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വ്യത്യാസമില്ല. അതൊരു ഫുട്ബോൾ, ഞാൻ ഈ നാളെ വന്നിട്ട് ഇപ്പോൾ നമ്മളൊരു മീഡിയയിലൊക്കെ പേഴ്സൺ എന്ന് മാറി ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഞാൻ നാളെ വന്നിരുന്നിട്ട് മെസ്സിയുടെ കളിയെ വിമർശിക്കുകയാണ്. 39 വയസ്സായ മെസ്സി പുതുതാരങ്ങൾക്ക് മാറിക്കൊടുക്കണം, അയാൾക്കൊരു ഓൾറെഡി ഒരു വേൾഡ് കപ്പ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഞാൻ വിമർശിക്കുകയാണ്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അടിയിൽ എന്ത് ചെയ്യും, എന്നെ എതിർക്കും. കാരണം അവരുടെ ഒരു സ്വന്തം അല്ലെങ്കിൽ സ്വന്തമാണ് മെസ്സി എന്നുള്ളൊരു തോന്നലുണ്ട്. എന്തുകൊണ്ട് റൊണാൾഡോക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു പ്ലേയേഴ്സിന് വേണ്ടി, എവിടെയോ ഇരിക്കുന്ന പ്ലേയേഴ്സിന് വേണ്ടി ശബ്ദിക്കുന്നു ചോദിക്കില്ലേ? ആ ഒരു സ്വത്തം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട്. അത് ആൺ പെൺ വ്യത്യാസമില്ല, അത് വിമർശനം തിരിച്ചു കേൾക്കും. പക്ഷേ സ്ത്രീകൾക്കെതിരെയാണ് കൂടുതൽ വരുന്നത്. ഇതേ സമയം ഒരു ആണാണ് ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ട്. എത്ര സ്ത്രീകൾക്കെതിരെ നീ ഇത് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. അത് സ്ത്രീകൾക്കെതിരെ നമ്മൾ ചോദിക്കുന്നില്ല, അത് സ്ത്രീകൾക്കെതിരെ ചോദിക്കപ്പെടുമ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ ഉണ്ട്. ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എത്ര ആണുങ്ങളെടുത്ത് ഫസീഹിന് ഈ തരത്തിൽ ചോദിക്കാൻ ധൈര്യമുണ്ട്? അപ്പോൾ ഡൊമിനേറ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകൾക്കെതിരെ മാത്രം ചോദ്യം ഉന്നയിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന രീതി തെറ്റാണോ അല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതാണ് ആണുങ്ങളോട് ചോദിക്കാൻ നിനക്ക് പേടിയുണ്ടോന്നാണ് പറയുന്നത്. ഈ പ്രെജുഡിസ് മൈൻഡ് എന്നൊരു സാധനം ഉണ്ട്. അതായത് ആണുങ്ങൾ സ്ത്രീകളെ മാത്രമേ എതിർക്കൂ, ആണുങ്ങളോട് ചോദിക്കാൻ അതൊരു ഭയമാണെന്നുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ പേഴ്സണലി ഈ വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് ആണുങ്ങളോടാ. അവർ പറയുന്ന ഓരോ സാധനത്തിനും നമ്മൾ തിരിച്ചു മറുപടി ഉണ്ട്. സ്ത്രീകൾക്ക് പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് പോലും അവിടെ ഒരു ഹെൽത്തി ഡിബേറ്റിലാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ സ്ത്രീകളടുത്ത് നിങ്ങൾ അങ്ങനെയല്ല. അറിയോ എന്നുള്ള ചോദ്യമാണ് ഫസ്റ്റ് ഉന്നയിക്കുന്നത്. അല്ലാതെ ഫുട്ബോളിനെ കുറിച്ച് അവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സ്ത്രീകളടുത്ത് നേരെ ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ്, ഈ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പുച്ഛഭാവം. ആണുങ്ങളടുത്ത് നിങ്ങൾ അങ്ങനെയാണോ? ആണുങ്ങളടുത്ത് ഈ പറയുന്ന ഫുട്ബോളിന്റെ ഉള്ളിലെ എലമെന്റ്സ് ആണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഒരു സ്ത്രീ അവിടെ വരുമ്പോൾ അവിടെ ജഡ്ജ്മെന്റൽ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ, നീ ഒരു 5 പ്ലേയേഴ്സിന്റെ പേര് പറ, ഓഫ് സൈഡ് റൂള് പറ. സ്ത്രീകളെ ആക്ച്വലി ഇവിടെ ട്രൈ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ആണുങ്ങളെ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുടുംബക്കാരുടെ കൂടെ അല്ലെങ്കിൽ ഒരു സോക്കോൾ സൊസൈറ്റി ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ, ഒരു ദിശയിലോട്ട് പോകുമ്പോൾ അവരുടെ കൂടി ചേർന്ന് അതൊരു സെലിബ്രേഷൻ ആക്കി മാറ്റി എല്ലാവരും എൻജോയ് ചെയ്ത് സ്ത്രീകളുടെ ഒരു ഹൈ പോസിറ്റീവ് പോയിന്റ് തന്നെ അതാണ്. ഹൈ പോസിറ്റീവ് പോയിന്റ് തന്നെ അതാണ്. അതായത് അവർ എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതിനവിടെ ശ്രമിക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെ വീണ്ടും ഇങ്ങനത്തെ ചോദ്യം ഉന്നയിച്ച് അവരെ
തളർത്തുന്നത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അല്ല ഇപ്പൊ ഈ പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നതോടുകൂടി നീ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? ഇപ്പൊ അവർക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വിടാലോ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അവരത് അറിയണം, അവരിൽ നിന്ന് കിട്ടണം എന്നുള്ള വാശി നമ്മൾ പിടിക്കുന്നു? അല്ല ഞാൻ പറഞ്ഞില്ലേ, ഇഗ്നോർ ചെയ്യാന്നുള്ളതല്ല നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക്, നമുക്ക് അറിവുള്ള ടോപ്പിക്കിൽ മറ്റൊരാൾ അതിനെ അത് അറിയാത്തൊരാൾ സംസാരം കാണുമ്പോൾ നമുക്കൊരു ബേസിക് ബോധ്യം വരും. കംപ്ലീറ്റ് ബോധ്യമല്ല, ബേസിക് ബോധ്യം. ശ്രദ്ധിക്കുക, ബേസിക് ബോധ്യം വരും അയാൾക്ക് ആ വിഷയത്തിലൊരു ധാരണയുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അങ്ങനത്തെ വിഷയങ്ങളായിരിക്കാം. ഇത് ഫുട്ബോളാണ്, അൾട്ടിമേറ്റ്ലി ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് ഭയങ്കര ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? ക്രൂശിക്കപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക്, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു സ്വത്തുണ്ട്. ഈ ഫുട്ബോൾ എന്നുള്ളത് ആണുങ്ങൾക്ക് സ്വന്തമാണെന്നുള്ളൊരു വികാരം, ആണുങ്ങളുടെ സ്വന്തം എന്നല്ല, നമ്മളുടെ സ്വന്തം എന്നുള്ളത് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. ഫുട്ബോൾ ഇത്രയും കാലം അങ്ങനത്തെ തെറ്റായ താല്പര്യങ്ങളാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ സൊസൈറ്റിയുടെ മുമ്പിൽ വരാൻ കാരണം. ആൻസർ ക്ലിയർ ആയല്ലോ, ആ താല്പര്യം അവിടെ ഉണ്ട്. ഈ താല്പര്യമുണ്ട്, ഞാൻ ബാക്കി കംപ്ലീറ്റ് ആയ സമയം, ഈ താല്പര്യമുണ്ട്, അത് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ആളുകൾക്ക് ഉണ്ടാവില്ല. ബാക്കി കംപ്ലീറ്റ് ആയ സമയം തരണം. ഈ ഒരിക്കലും വിട്ടുകൊടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ വിട്ടുകൊടുക്കുന്ന ആൾ ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ധാരണയുള്ള ആളുകളാവണം. അല്ലാത്ത ആളുകൾ നമ്മളതിൽ കൂട്ടും. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? നമ്മുടെ വൈബിനോട് ഒത്തുപോകുന്ന ആളുകളെ കൂട്ടും. അല്ലാത്ത ആളുകളും പുറത്തുണ്ട്, അവരെന്തുകൊണ്ട് കൂട്ടിയില്ല, നമ്മളെ വൈബിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടല്ലോ. ആ പോലെയാണിത്. അതായത് ഫുട്ബോളിനെ പറ്റി അറിവുള്ള ആളുകൾ ഫുട്ബോളിനെ പറ്റി സംസാരിക്കുന്നത് നമുക്ക് കേട്ടിരിക്കാം. ഫുട്ബോളിനെ പറ്റി അറിവില്ലാത്ത ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ ട്രിഗർ ചെയ്യപ്പെടും. കാരണം എന്താ, നമുക്കതിൽ അറിവുണ്ട്. എന്താണ് ട്രിഗറിംഗ് പോയിന്റ്? ആ ട്രിഗറിംഗ് പോയിന്റ് എന്താണ്? ട്രിഗറിംഗ് പോയിന്റ് സ്വാഭാവികമല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു. ഐഡന്റിറ്റിന്റെ വിഷയത്തിൽ എന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നില്ല. ഐഡന്റിറ്റി നമുക്ക് ഷെയർ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. ഈ ഐഡന്റിറ്റി നഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെട്ടൊരു ഫുട്ബോളിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോഴുള്ള വികാരത്തിന്റെ പുറത്താണ് പറയുന്നത്. അത് ആണുങ്ങളെടുത്തായാലും പെണ്ണുങ്ങളെടുത്തായാലും ആണുങ്ങൾ എന്ത് ചെയ്യും? സംസാരിക്കും, കൗണ്ടർ ചെയ്യും. പക്ഷെ സ്ത്രീകൾക്കിടയിൽ അല്ലെങ്കിൽ പൊതുവിലൊരു ധാരണയുണ്ട്, അത് സ്ത്രീകളോട് മാത്രമാണ് എന്നുള്ളത്. അതൊരു മുൻധാരണയാണ്. നമ്മൾ പറഞ്ഞ പ്രജുഡീസ് മൈൻഡാണ്. അത് സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കുള്ളിൽ വരും. ഞങ്ങൾക്കെതിരെ മാത്രം അറ്റാക്ക്, ഞങ്ങളോട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതൊരു പോയിന്റ് ആണ്. കാരണം ഇപ്പോൾ ആണുങ്ങൾക്ക് ഇടയിൽ ഈ ചോദ്യം വരാറുണ്ട്, നീ ഒരു 5 പേരുടെ പേര് പറ. പക്ഷെ അത് അവർ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് സമൂഹത്തിൽ കൊണ്ടുവരുന്നില്ല. പക്ഷെ പെൺകുട്ടികൾ അത് വലിയ ഇഷ്യൂ ആയിട്ട് സമൂഹത്തിൽ കൊണ്ടുവരുന്നില്ല. റേഷ്യോ നിങ്ങൾ എടുക്ക്. ഇപ്പൊ നിങ്ങൾ ഈ ഫുട്ബോൾ ഫാൻസിന്റെ റേഷ്യോ എടുത്തല്ലോ, ചോദ്യങ്ങൾ വരുന്നതിന്റെ റേഷ്യോ എടുക്ക്. എത്ര ആണുങ്ങളോട് നിങ്ങൾ അത് ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ എത്ര പെണ്ണുങ്ങളോട് നിങ്ങൾ അത് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ഡെയിലി കേൾക്കുന്ന സംഭവമാണ്, നിനക്ക് എന്താ അറിയാ ഫുട്ബോളിനെ കുറിച്ച്, ഇവളൊക്കെയാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത്. നീ എന്തിനാ ഇങ്ങനെ ഫുട്ബോൾ കാണുന്ന? അത് ചെക്കന്മാര് കണ്ടോട്ടെ, ആ സാധനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് വരും. ഞാൻ പറഞ്ഞില്ലേ, ആ സാധനം ചോദ്യങ്ങൾ വരും. അതല്ല നമ്മൾ ആ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് തിരിച്ചു പറയാൻ പറ്റണം. ഞാൻ കളി കാണുന്നത് എനിക്ക് കളിയോട് ഇഷ്ടം കൊണ്ടാണ്, എനിക്ക് ഫുട്ബോൾ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇത്തരത്തിലുള്ള മറുപടി നൽകുന്ന എത്ര ആളുകളുണ്ട്. നമ്മൾ പക്ഷേ ഞാൻ പറയട്ടെ, അത് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഫുട്ബോളിനോട് താല്പര്യമുണ്ടെന്നൊരു പെൺകുട്ടി പറയുമ്പോഴും അപ്പം തന്നെ ആ താല്പര്യത്തെ അംഗീകരിക്കാതെ അപ്പം തന്നെ ചോദിക്കുകയാണല്ലോ 5 പേരുടെ പേര് പറയാൻ. അപ്പോൾ അവർക്ക് ആ താല്പര്യം എത്രത്തോളം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം. പറഞ്ഞില്ലേ, ഇപ്പോൾ 2022 വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം ഒരുപാട് ഫുട്ബോളിലേക്ക് വന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് പേഴ്സണലി. ഞാൻ പറയാം, 2022 ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് നന്നായി കളി കാണാൻ പറ്റിയൊരു അവസരമായിരുന്നു. പലരും പല മത്സരങ്ങളും മുഴുവൻ കണ്ടവരുണ്ട്, നന്നായി കണ്ടവരുണ്ട്, ആസ്വദിച്ച് കണ്ടവരുണ്ട്. അതിനുശേഷം അത് ഫോളോ ചെയ്യാൻ പറ്റാതെ പോയ ആളുകളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം? അവർക്ക് ആ പാഷൻ്റെ ഒരു കുറവുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അത് പാഷനായി മാറുമ്പോഴാണ് നമ്മളൊരു ഫുട്ബോൾ ഫാൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആ പാഷനാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളെ. വേറൊരു ക്വസ്റ്റ്യൻ വരുന്ന വെച്ചാൽ ക്ലബിന്റെ 36 കളികളൊക്കെ വരുന്നുണ്ട് ഒരു ഇയർ. അപ്പൊ ഇത് കൃത്യമായി ഫോളോ ചെയ്യാൻ എല്ലാവർക്കും പറ്റണം എന്നില്ല. അപ്പൊ അത് പാഷന്റെ മാത്രം വിഷയമല്ല, അത് വർക്കിന്റെയും അവരുടെ ലൈഫിന്റെയും അതിന്റെ ഒക്കെ വിഷയങ്ങളായിട്ടാണ് വരിക. 36 കണ്ട് 36നെയും പറ്റി ചർച്ച ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഫുട്ബോളിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഓഫ്സൈഡ് അറിയണം എന്നുള്ളതാണ് പ്രധാനം. അല്ല, ഓഫ്സൈഡ് അറിയണം. ഫുട്ബോളിനെ പറ്റി ഒരു ബേസിക് ചർച്ചയിലിരിക്കുമ്പോൾ ബേസിക്കലി മനസ്സിലാക്കണം ഓഫ് സൈഡ് എന്താണ്. ഓഫ് സൈഡ് അറിയാതെ ഫുട്ബോൾ കാണാൻ പാടില്ല എന്നാണ്. ഓഫ് സൈഡ് അറിയാതെ ഫുട്ബോൾ കാണാൻ പാടില്ല എന്നല്ല, ഓഫ് സൈഡ് അറിയാതെ ഫുട്ബോളിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നല്ല. എത്ര പെൺകുട്ടികൾ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ചോദിക്കുമ്പോഴാണല്ലോ, നിങ്ങളാണല്ലോ ചൂണ്ടെറിഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ എത്ര പെൺകുട്ടികൾ ജേഴ്സി ഇട്ട് റീൽ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് ഇവളെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നുള്ളതാണ് ഒരു സാധനം. അത് ഞാൻ പറഞ്ഞേ, ആ ചോദ്യങ്ങൾക്ക് തിരിച്ചും ഞാൻ പറഞ്ഞേ, ചോദ്യങ്ങൾ ചോദിക്കും പോലെ മറുപടി അവരുടെ അക്കൗണ്ടിൽ ഒരു റീൽ ഇടുന്നതിന് എന്തിനു ചോദിക്കണം? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത് ഇന്ത്യ കൊടുക്കുന്ന റൈറ്റ്, ഫസി കൊടുക്കുന്ന റൈറ്റ് അല്ല. അതവിടെ സംഭവിക്കും. ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാനും കൂടി ഉള്ളതാ. ചോദ്യം ചോദിക്കാം, മറുപടി പറയട്ടെ, അത്രേ ഉള്ളൂ. മറുപടി പറഞ്ഞോട്ടെ. അല്ല, ഈ ചോദ്യം വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷൻ അല്ലേ എന്നാണ് ഞാൻ പറഞ്ഞേ. ആ ഫ്രസ്ട്രേഷനോ ഈ പറഞ്ഞ പോലെ ഇവർക്ക് സ്വന്തം അക്കൗണ്ട് സോഷ്യൽ മീഡിയയിൽ സ്വന്തം പൈസ കൊടുത്ത് ജേഴ്സി വാങ്ങി സ്വന്തം വീഡിയോ ഇടാമെങ്കിൽ
സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കയറിയാൽ കമന്റ് ചെയ്യാം, അതിന് തിരിച്ചു മറുപടി പക്ഷെ അത് പറഞ്ഞോട്ടെ. മാന്യമായ കമന്റ്സ് അല്ലല്ലോ, അവിടെ അല്ലേ പ്രശ്നം വരുന്നത്. കമന്റ് ഇടരുത് എന്നുള്ളതല്ല. അപ്പൊ നമുക്കറിയുന്ന പോലെ ഒരു കാര്യം മറ്റൊരാൾക്ക് അറിയണമെന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അറിയുന്ന പോലെ അറിയണമെന്നില്ല. ആ വാശി വളരെ ചുരുക്കം ആളുകൾ കാണിക്കുന്നുണ്ട്. ശരിയാ, ഫസിഹ അത് കുറെ ഞാൻ പറഞ്ഞത് അത് മൊത്തത്തിൽ ഇപ്പൊ ഈ ജനറലൈസിങ് ഉണ്ടല്ലോ, ഈ ജനറലൈസിങ്ങിനാണ് ബേസിക്കലി ഞാൻ പറയുന്നത്. അതായത് വളരെ കുറച്ച് ആൾക്കാർ ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നു, ആ രീതി കാണിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ പൊതുവിൽ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്ന കണ്ടന്റുകളെ വിമർശിക്കുന്നത്? ഇതിനെപ്പറ്റി ധാരണയില്ലാതെ അറിവില്ലാതെ സംസാരിക്കുന്നത് കൊണ്ടാണ്. അത് അവരുടെ ടോക്കിൽ പോലും വ്യക്തമാണ്. ഹരി നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതൊക്കെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അതിപ്പോ ഒരുപാട് പേര് അങ്ങനെ വിമർശിക്കുന്നവരുണ്ട്, പക്ഷെ അതൊരു ജനറലൈസേഷൻ ആവുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. അത്തരം ആളുകൾ കാരണമാണ് ബേസിക് അറിവുള്ള വുമൺസ് പോലും ക്രൂശിക്കപ്പെടുന്നത്. അപ്പം ഇതിന് ഉത്തരവാദി ആണുങ്ങൾ മാത്രമാണ് എന്നല്ല പറയേണ്ടത്. ഒരിക്കലും അല്ല. എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്ന? അറിവില്ലാത്ത എത്രയോ ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഫുട്ബോളിൽ. വെറുതെ സീസണിലായി വന്ന് ഓരോന്ന് മെസ്സിനെ കുറിച്ചും റൊണാൾഡോനെ കുറിച്ചും പറഞ്ഞു പോകുന്ന. അപ്പൊ ഞങ്ങളും നിങ്ങൾ ആ തരത്തിൽ ജഡ്ജ് ചെയ്യണ്ടേ? നിങ്ങളെ പോലത്തെ അറിവില്ലാത്ത ആളുകൾ കാരണം അറിവുള്ള ആണുങ്ങളെ പോലും നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇല്ല, അതെവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ആണുങ്ങളെ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല. നമ്മൾ അത് നമ്മുടെ നന്മ, അത് ഞങ്ങളെ നന്മ, ഞങ്ങൾ അത് ചെയ്യുന്നില്ല. മറുവശത്ത് നിങ്ങൾ പെണ്ണുങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ അതിനെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇന്തൂസിയാസം കൂടും. ഇവിടെ ഒരു സ്ത്രീ ഫുട്ബോൾ ഇഷ്ടമാണ്, അതിനെക്കുറിച്ച് എത്രയോ ഗേൾസ് എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. താത്ത എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനത് രാത്രി ഇരുന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ അവിടെ എൻ്റെ ഈ സോക്കോൾഡ് ഇതേപോലത്തെ ബ്രദേഴ്സ് വന്നിട്ട് നീ എന്തിനാ ഫുട്ബോൾ കാണുന്നത്, നിനക്ക് എന്താണ് അത് കാണാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്ന് ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു നെഗറ്റീവ് രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ എത്ര വുമൺ ഫുട്ബോൾ ഫാൻസ് വളരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സൊസൈറ്റിയുടെ ഇടപെടൽ തന്നെയാണ് ഇതിന് കാരണം. സോ ഇവിടെ ചേഞ്ച് വരേണ്ടത് എന്താ? ഇതുപോലത്തെ മൈൻഡ് സെറ്റുള്ള ആളുകളാണ് ചേഞ്ച് വരേണ്ടത്. കാരണം പറയാൻ മറ്റു കാരണമൊന്നുമല്ല. ഇപ്പോൾ ഫസി ചോദിക്കുന്ന നിരന്തരം തുടങ്ങിയത് തൊട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നിൽക്കരുത് എന്നുള്ള ചോദ്യം വേണ്ട. ഫുട്ബോൾ എന്നുള്ളത് ഒരു സ്പോർട്ടായിട്ട് കണ്ടാൽ മതി. ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ അതിനെ ചില സമയങ്ങളിൽ ഡീപ്പായിട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അത് അങ്ങനെ ഈ എല്ലാ സ്പോർട്സ് ജേർണലിസ്റ്റും അല്ലെങ്കിൽ എല്ലാവരും ഫുട്ബോളിനെ ടാക്ടിക്കലി അനലൈസ് ചെയ്യുന്ന ആളാണോ? അല്ലെങ്കിൽ ഫുട്ബോൾ കാണുന്ന എല്ലാവരും ടാക്ടിക്കലി അനലൈസ് ചെയ്യണം എന്ന് പറയുന്നത് ശരിയാണോ? ഫുട്ബോൾ ഇസ് ആൻ എൻ്റർടൈൻമെൻറ്റ്. അതിനെ എൻ്റർടൈൻമെൻറ്റായി കാണുക. അതിനെ എൻ്റർടൈൻമെൻറ്റായി കാണാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അവരെ ഒരു എൻ്റർടൈൻമെൻറ്റാക്കി മാറ്റരുത്. ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രസീലിന്റെ അർജന്റീനയുടെ ജേഴ്സി ഇട്ട് ഒരു കളർ അടിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു നോക്കാം. അതിന്റെ അടിയിൽ എന്താ കമന്റ് വരുന്നത്? ഞാൻ ലാസ്റ്റിൽ ഒറ്റ പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല, ഇത്രയേ ഉള്ളൂ. ഇതൊരു പ്രജുഡിസ് മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടം, അതായത് ഫുട്ബോൾ അറിയാതെ ഫുട്ബോളിനെ പറ്റി സംസാരിക്കുന്ന ഒരു വലിയ കൂട്ടം വരുന്നതിൻ്റെ സോഷ്യൽ മീഡിയയിൽ 4 വർഷം കൂടുമ്പോൾ വരുന്നതിൻ്റെ ഭവിഷ്യത്താണ് ബേസിക്കലി ഈ ഫുട്ബോൾ ഫാൻസ് എന്ന് പറയുന്ന സ്ത്രീകൾ അവസാനിക്കുന്നത്. ഈ സ്ത്രീകൾ അനുഭവിക്കുന്നത് ബേസിക്കലി അത്രയേ ഉള്ളൂ. അതായത് വളരെ വലിയൊരു കൂട്ടം കാരണം ഈ ബേസിക് മൈനോറിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന പാഷനാക്കി കൊണ്ടുനടക്കുന്ന ആളുകൾ പോലും ക്രൂശിക്കപ്പെടുന്നു. ശരിയായ ഫുട്ബോൾ ഫാൻസിനെ അത്രത്തോളം ബാധിക്കും. അവരുടെ വാച്ചിങ്ങും അവരുടെ അനലൈസിങ്ങും അവരുടെ ടാക്ടിക്കൽ അനലൈസിംഗിലെല്ലാം ഇത് ഭയങ്കര ഇവരെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ? അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് എല്ലാവരും ജനറലൈസ് ചെയ്ത് അവർക്ക് ആഗ്രഹമുള്ള ആളുകളെ അത് പഠിക്കാനുള്ള അവസരം കൂടി നമ്മൾ ഇല്ലാതാക്കരുത് എന്നുള്ള ഒരു പോയിന്റ് കൂടിയാണ്. അങ്ങനത്തെ സീസണൽ ഫാൻസ് വരുന്നത് കൊണ്ടാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് പോലത്തെ ഒരു ബിഗ് ഗെയിം ജീവിച്ചു പോകുന്നത്. ഈ സീസണൽ ഫാൻസും ഇല്ല, ഒന്നുമില്ല, ഫുട്ബോൾ അറിയുന്നവർ മാത്രം കണ്ടാൽ ഫുട്ബോളും വേൾഡ് കപ്പും തമ്മിൽ വലിയൊരു ഡിഫറൻസ് വരില്ല. ഈ സീസണൽ ഫാൻസ് ഇല്ലെങ്കിൽ അത് രണ്ടും ഒരേ. ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്ന എല്ലാവരും കളി കാണാൻ വേണ്ടി പോകുന്നല്ല, അവിടുത്തെ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യാനൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ വലുതാവുന്നത്. ആ ഫാൻസ് നമ്മൾ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആ ഫാൻസിനെ പറ്റിയല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളെ പറ്റിയാണ്. അങ്ങനെയാണെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ.